ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. إن الأبرار يشربون من كأس كان مزاجها كافورا. عينا يشرب بها عباد الله يفجرونها تفجيرا. يوفون بالنذر ويخافون يوما كان شره مستطيرا. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. إنا نخاف من ربنا يوما عبوسا قمطريرا. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. وجزاهم بما صبروا جنة وحريرا. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. ودانية عليهم ظلالها وذللت قطوفها تذليلا. ويطاف عليهم بآنية من فضة وأكواب كانت قوارير من فضة قدروها تقديرا. ويسقون فيها كأسا كان مزاجها زنجبيلا. عينا فيها تسمى سلسبيلا. ويطوف عليهم ولدان مخلدون إذا رأيتهم حسبتهم لؤلؤا منثورا. وإذا رأيت ثم رأيت نعيما وملكا كبيرا. عاليهم ثياب سندس خضر وإستبرق وحلوا أساور من فضة وسقاهم ربهم شرابا طهورا. إن هذا كان لكم جزاء وكان سعيكم مشكورا. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ,
ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നതിന്റെ, ഇതിന് സമയം ചെലവഴിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഉപജീവനത്തിൽ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. വിദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ രക്ഷ നൽകുമാറാവട്ടെ. എല്ലാവരുടെ ജോലികളിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിപൂർണ ഹിദായത്തിലായി ജീവിക്കുവാനും പരിപൂർണ ഈമാനിലായി മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ സൂറത്തുൽ ദഹ്ർ, രണ്ട് രൂപത്തിലും പറയാം. ഈ സൂറത്തിലെ ആദ്യ ഭാഗം 22 ആയത്തുകൾ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചു. ഈ സൂറത്തിലെ പകുതിയിലധികം ആയത്തുകൾ ഉൾക്കൊണ്ട 22 ആയത്തുകൾ നമ്മൾ ഇന്ന് ഓതി വെച്ചത്. ഈ സൂറത്തിലെ 5 മുതൽ 22 വരെയുള്ള ആയത്തുകൾ അവതരിക്കാനുണ്ടായ കാരണം ഒന്നാണ്, ഒറ്റടിക്കിറങ്ങിയ ഒരു വിഷയത്തിലിറങ്ങിയതായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഭാഗം മുഴുവനും ഞാൻ ഓതി വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ബന്ധപ്പെട്ട് കടുത്ത പ്രയാസവും കടുത്ത ബുദ്ധിമുട്ടും അനുഭവപ്പെട്ട ആ കുടുംബത്തിൽ നമ്മളെ കണ്ണീരണിയിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു സംഭവത്തോട് ബന്ധപ്പെട്ട് അവതരിച്ച ആയത്തുകളാണ് ഈ സൂറത്തിലെ ഭൂരിപക്ഷം ആയത്തുകൾ. ഇന്നൽ അബ്റാറ എന്നത് മുതൽ നമ്മൾ ഓതി വെച്ച ആയത്തുകൾ, അതിനുശേഷമുള്ള മുഴുവൻ ആയത്തുകളും അള്ളാഹുവിന്റെ തിരുദൂതരുടെ 2 കണ്ണുകളും നിറഞ്ഞൊലിച്ച് വിഷമിച്ച ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഇറക്കിയതാണ്. കണ്ണീര് തുടച്ച അള്ളാഹുവിന്റെ തിരുദൂതരുടെ മുഖം പ്രസന്നമാവുകയും അള്ളാഹിന്റെ തിരുദൂതർ അതീവ സന്തുഷ്ടനാവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. വളരെ പ്രധാനപ്പെട്ട ആ സംഭവം ഇന്ന് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് അതിന്റെ ആദ്യത്തിലുള്ള 4 ആയത്തുകളിലൂടെ ഒരു വലിയ വിഷയത്തിലേക്ക്, വലിയ സത്യത്തിലേക്ക് അല്ലാഹു തആല അവരെ ശ്രദ്ധ ക്ഷണിക്കാം. അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാനും അവന് പരിപൂർണമായിട്ട് കീഴ്പ്പെടാനും നന്ദിയുള്ളവരാകാനും നന്ദി കെട്ടവരാകാതെ സൂക്ഷിക്കാനും അള്ളാഹു ആഹ്വാനം ചെയ്യാണ് ആദ്യത്തെ 4 ആയത്തിലൂടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്ർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യൻ ഒരു പറയപ്പെട്ട വസ്തുവേ അല്ലാത്ത ഒരു കാലം മനുഷ്യന്റെ മേൽ തീർച്ചയായിട്ടും കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒന്നാമത്തെ ആയത്തിൽ ഇൻസാൻ എന്നും വരുന്നുണ്ട്, ദഹ്ർ എന്നും വരുന്നുണ്ട്. ഈ സൂറത്തിന് സൂറത്തുൽ ഇൻസാൻ എന്ന് പറയാം, സൂറത്തുൽ ദഹ്ർ എന്നും പറയാം. ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ത്? മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ, കാലത്തിൽ നിന്ന് അവൻ ഒരു പറയത്തക്ക വസ്തുവേ അല്ലാത്ത ഒരു കാലം മനുഷ്യന്റെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? മനുഷ്യൻ അള്ളാഹുവിനിക്ക് പരിപൂർണമായിട്ട് കീഴ്പ്പെടാൻ വേണ്ടിയിട്ടാണ്, അഹങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, അഹങ്കാരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പരിപൂർണമായിട്ട് അള്ളാഹുവിനിക്ക് കീഴ്പ്പെടണം. എന്തുകൊണ്ട്? മനുഷ്യൻ ഒന്നുമല്ല, മനുഷ്യൻ ഒന്നുമല്ല, അവൻ ഒന്നുമല്ലാത്ത ഒരു കാലം അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെ കഴിഞ്ഞു പോയി? അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുന്നതിന് മുമ്പ് ഉള്ള ഒരുപാട് അവസ്ഥ ഉണ്ട്. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചതിന്റെ ശേഷം പിന്നെ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ, നമ്മുടെ മുമ്പ് എന്തൊക്കെ കഴിഞ്ഞുപോയി? നമ്മളൊന്നുമല്ല, ഒരു 60-70
ഇനിയിപ്പോ ഒരു 100 കൊല്ലം, 110 കൊല്ലം, 120 കൊല്ലം തന്നെ നമ്മൾ ജീവിച്ചാലും നോക്കൂ, ലോകവും കാലവും വെച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചവും അതിന്റെ പഴക്കവും അള്ളാഹ് സൃഷ്ടിച്ചതും അതിനു മുമ്പുള്ള അവസ്ഥയും സർവചരാചരങ്ങളും കാടും കടലും ഗ്രഹങ്ങളും ഗാലക്സികളും ഇതൊക്കെ കൂടി നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. അതാണ് അതിന്റെ ഒരർത്ഥം. മനുഷ്യൻ ഒന്നുമല്ലാത്തൊരു കാലം ഓരോരുത്തർക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. മറ്റൊന്ന്, ഒരാള് തന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എത്തുന്ന ആ സന്ദർഭം, ഗർഭപാത്രത്തിൽ വളരുന്ന സന്ദർഭം ഒന്നുമല്ലല്ലോ. അതാണ് തൊട്ട് താഴെയുള്ള ആയത്തിലൂടെ അതിൽ സൂചിപ്പിക്കുന്നത്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ. അല്ലാഹു പറയുന്നു, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്. തീർച്ചയായിട്ടും മനുഷ്യവർഗത്തെ കൂടിക്കലർന്ന ഇന്ദ്രിയ ഗണങ്ങളിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ദ്രിയ തുള്ളികളിൽ നിന്നാണ് മനുഷ്യന് ജന്മം നൽകിയത്. അതിൽ അടങ്ങിയ ബീജങ്ങൾ. അപ്പോ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് പരസ്പരം കൂടണം. അങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അതൊരു അത്ഭുതമാണ്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ശരാശരി ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് സ്രവിപ്പിക്കുന്ന 5 മില്ലി ലിറ്റർ ഇന്ദ്രിയ തുള്ളികളിൽ 200 കോടിയിലധികം ശരാശരി ബീജങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ ബീജങ്ങൾ എത്ര ചെറുതാണ്. അതിനെ കണ്ടുപിടിക്കാൻ ഉള്ള സംവിധാനം അള്ളാഹ് കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ വലിയൊരു കുദറത്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയും. അതിലേക്ക് വിരൽ ചൂണ്ടാണ്. മാത്രമല്ല, ആ മനുഷ്യനെ നാം പരീക്ഷിക്കും. മാത്രമല്ല, ഫജഅൽനാഹു സമീഅൻ ബസീറാ, ആ മനുഷ്യനെ നാം കേൾക്കുന്നവനും കാണുന്നവനുമാക്കി. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ വലിപ്പറിയില്ല. അള്ളാഹു പറയുന്നത് മനുഷ്യരെ കൂടിക്കലർന്ന പല മിശ്രിതങ്ങളുമുള്ള ഇന്ദ്രിയ ഗണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പരസ്പരം കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാഴ്ചയുണ്ടായത് കൊണ്ട് വേറൊരാളെ സഹായമില്ലാതെ നമുക്ക് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് വരാം. പക്ഷെ ഈ 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോഴല്ലേ ഇതിന്റെ ഗൗരവം അറിയാം. 1 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന്റെയൊക്കെ ലെൻസുകളുണ്ട്. അത്യാധുനിക രൂപത്തിൽ ഉള്ള സംവിധാനങ്ങൾ, നൂതന സംവിധാനങ്ങൾ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക്. പക്ഷേ ശസ്ത്രക്രിയ, അത് ആ ശസ്ത്രക്രിയ നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ 1.5 ലക്ഷം കെട്ടിവെച്ചാൽ അതുകൊണ്ട് കാഴ്ച തിരിച്ചു കിട്ടുന്നുള്ള ഉറപ്പ് തരാൻ കഴിയില്ല. പരീക്ഷണം മാത്രമാണ്. ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ ചിലപ്പോ ആ 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 50,000 അത് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർ പറയാണ്. മിക്കവാറും നഷ്ടപ്പെടും. ഒരു പൈസ ചെലവില്ലാതെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഇതിന്റെ വില നമുക്കറിയില്ല. കണ്ണി 2 നഷ്ടപ്പെട്ട ഒരു സഹോദരൻ ഇന്നലെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ പറയാണ്, 8 ഗ്ലാസ് വെള്ളം, ചായ അടക്കം അതിലധികം ഒരു ദിവസം ഒരു തുള്ളി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് കർശന നിയമമാണ്. ചായ അടക്കം ആകെ 8 ഗ്ലാസ് വെള്ളമേ, ജ്യൂസ് ആണെങ്കിലും ചായ ആണെങ്കിലും മൊത്തം 8 ഗ്ലാസ് അകത്താക്കാൻ പറ്റുള്ളൂ. സഹോദര ചിന്തിക്കുക, നമ്മൾ രാവിലെ വീട്ടിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് സുബഹിസ്കരിച്ച് പോയാൽ ഒരു ചായ, ചിലപ്പോൾ 2 ഗ്ലാസ് ചായ, കുറച്ച് കഴിഞ്ഞാൽ വിശാലമായിട്ട് നമ്മൾ കുടിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കുന്നു, യഥേഷ്ടം കുടിക്കുന്നു. എത്ര ഗ്ലാസ് കുടിക്കും, എത്രയും നല്ലോണം കുടിക്കണം എന്നുള്ള വെള്ളം, നല്ല വെള്ളം. തണുത്ത വെള്ളം പരമാവധി ഒഴിവാക്കുക. അത് അപകടത്തിന് കാരണമാണെന്നുള്ളതാണ്. ഭക്ഷണത്തിന്റെ ഉടനെ തണുത്ത വെള്ളം കുടിക്കൽ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ അതൊരു വലിയൊരു ആവേശമാണ്. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവരിക, മുന്നിൽ കുപ്പിയൊക്കെ വെച്ച വലിയ ദർജ എന്നുള്ള വിചാരമാണ്. പരമാവധി ഒഴിവാക്കലാണ് ഖൈർ എന്ന് പ്രഗത്ഭരായ വിശ്വകരന്മാർ പഠിപ്പിക്കുന്നു. എന്തായിരുന്നാലും രോഗം വരും, എത്ര ശ്രദ്ധിച്ചാലും. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 8 ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ശക്തമായ നിർദ്ദേശം വന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു അസുഖമില്ലെങ്കിൽ യഥേഷ്ടം നമ്മൾ വെള്ളം കുടിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, കുടിക്കരുത് എന്ന് പറഞ്ഞ കള്ള് കുടിക്കുന്ന എത്ര ആളുകളുണ്ട്. അവസാനം പിന്നെ കുടിക്കാൻ പറ്റാത്ത പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പടച്ചവൻ കൊണ്ടുവന്ന എന്ത് ചെയ്യും? ഖേദിക്കൂലെ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ബോധ്യം വരിക വല്ലതും മുടങ്ങുമ്പോഴാണ്, വല്ലതും നഷ്ടപ്പെടുമ്പോഴാണ്.
അതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹ്ക്ക് നമ്മൾ നല്ലോണം ശുക്ർ ചെയ്യണം. ബ്രെയിൻ ട്യൂമർ ബാധിക്കാത്ത കാലത്തോളം നമുക്ക് ശരിക്കും ശുക്ർ ചെയ്യാം. ബ്രെയിൻ ട്യൂമർ ബാധിച്ചാൽ മറന്നു, ഓർമ്മയില്ല, നിസ്കാരം റക്അത്തിന്റെ എണ്ണം പിടുത്തം കിട്ടൂല, എവിടൊക്കെ ഏതൊക്കെ ഓതണ്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല, ഖുനൂത്തിനെ പറ്റി ഐഡിയ ഇല്ല, അത്തഹിയ്യാത്തിനെ പറ്റിയൊരു കാഴ്ചപ്പാടുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. മറ്റുള്ളവർക്കൊക്കെ ഒരു ഭാരമാകുന്ന രൂപത്തിൽ കിടക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ദ്വാരക്കുക. ആഫിയത്ത് വളരെ പ്രധാനമാണ്. ഹിദായത്ത്, ആഫിയത്ത്, ഇതുണ്ടായ കഴിച്ചിലായി. ആരോഗ്യം വേണം, അതോടുകൂടെ ഹിദായത്തും വേണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചില്ലേ, നബിയെ എനിക്ക് ദുആ ചെയ്യാൻ നല്ലൊരു മാറ്റർ പറഞ്ഞു തരും. നബി എന്താ പറഞ്ഞത്? സലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് ആരോഗ്യം ഉണ്ടാകാൻ തോന്നുന്നു. അദ്ദേഹത്തിന് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അദ്ദേഹം 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് പ്രാർത്ഥിക്കാൻ നല്ലൊരു കാര്യം പറഞ്ഞു തരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ എന്ന് കൂട്ടിക്കൊടുത്തു. ദുന്യാവിലും ആഖിറത്തിലും ആഫിയത്ത് ഉണ്ടാകാൻ തോന്നുന്നു. ആഖിറത്തിലെ ആഫിയത്ത് എന്നാണ് സ്വർഗം കിട്ടല ഉദ്ദേശം എന്നാണ്. ദുന്യാവിൽ നമ്മുടെ ഹിതം പോലെ നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പൊ ഇതൊക്കെ നൽകിയത് സത്യത്തിൽ അല്ലാഹുവാൻ. അതാണ് സഹോദര പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു വലിയൊരു അനുഗ്രഹം എടുത്തു പറയാണ്. നാം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത് കൂടിക്കലർന്ന ഇന്ദ്രിയ ഗണങ്ങളിൽ നിന്ന് നാം അവനെ പരീക്ഷിക്കും. മനുഷ്യനെ ഫജഅൽനാഹു സമീഅൻ ബസീറാ, നാം അവനെ കാഴ്ചയുള്ളവനും അതുപോലെ കേൾവിയുള്ളവനുമാക്കി. കാണലും കേൾക്കലും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോന്നും. വീണ്ടും അല്ലാഹു പറയാണ്, ഇന്നാ ഹദൈനാഹു സബീൽ, നാം അവനിക്ക് വഴി കാണിച്ചു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാണ്, അവൻ അല്ലെങ്കിൽ നന്ദിയില്ലാത്തവനാണ്. മനുഷ്യൻ ഒന്നുകിൽ നന്ദി കാണിക്കും, അവൻ ഷാക്കിറ, അല്ലെങ്കിൽ അവൻ കഫൂറാണ്, അതായത് നന്ദി കെട്ടവനാണ്. രണ്ടാലൊന്നാവും. അള്ളാഹു പറയാണ്, മനുഷ്യർക്ക് നാം വഴി കാണിച്ചു. സത്യത്തിന്റെ ഒരു വഴി, ശരിയുടെ ഒരു വഴി, അതുപോലെ തന്നെ തിന്മയുടെ, തെറ്റിന്റെ ഒരു വഴി. രണ്ടും വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്, അവ്യക്തതല്ല. അള്ളാഹു തന്നെ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇത് പറയുന്നുണ്ട്. വഹദൈനാഹുൻ നജ്ദൈൻ, ഖുർആൻ പറയുന്നു വഹദൈനാഹുൻ നജ്ദൈൻ, തെളിഞ്ഞ 2 വഴിയിലേക്ക് നാം മാർഗദർശനം നൽകി. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്കാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നരകത്തിലേക്കാണ്. ആർക്കും അറിയാം. കള്ളു കുടിക്കുന്നവർക്കറിയാം അത് തെറ്റാണെന്ന്, നിസ്കരിക്കാത്തവർക്കറിയാം ആ നിലപാട് തെറ്റാണെന്ന്, സക്കാത്ത് കൊടുക്കാത്തവർക്കറിയാം കൊടുക്കേണ്ടതാണെന്ന്, എല്ലാവർക്കും അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? നന്ദികേട് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തീർപ്പാക്കുന്ന ഒരു സഹോദരൻ പള്ളി പോകില്ല, നിസ്കാരമില്ല. അപ്പൊ അതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മനുഷ്യൻ നന്നായാൽ മതി. ചിന്തിച്ചു നോക്കൂ സഹോദര, മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളുടെ നിലപാടാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ചിന്തിക്കേണ്ടതാണ്. പേര് വലിയ പേരായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് വെക്കും, എന്നിട്ട് പറയാനെന്ത്? അതിന്റെ ആവശ്യമില്ല. മനുഷ്യൻ നന്നായാൽ മതി, കുറെ കർമ്മങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. ചിന്തിക്കണം സഹോദര. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം, അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നവരാകണം. നന്ദി കെട്ടവർ ഒരിക്കലും ആകരുത് എന്നാണ്. ഇതാണ് അള്ളാഹു തആല ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറ, തീർച്ചയായിട്ടും സത്യനിഷേധികൾക്ക് നാം ഒരുക്കി വച്ചിരിക്കുന്നു എന്ത്? സലാസിൽ, ചങ്ങലകളെ ഒരുക്കി വച്ചിട്ടുണ്ട്. വ അഗ്ലാല, കൂച്ചുവലങ്ങുകളെയും ഒരുക്കി വെച്ചിട്ടുണ്ട്. വസഈറ, കത്തിജ്വലിക്കുന്ന നരകത്തെയും. അള്ളാഹു പറയുന്നു, നോക്കൂ, നാം അതായത് നന്ദി ചെയ്യുന്നവർ മുഅ്മിനീങ്ങളാണ്, നന്ദി ചെയ്യാത്തവർ, അങ്ങനെയുള്ള നന്ദി കെട്ടവർ, സത്യനിഷേധികൾ, അല്ലാഹു പറയുന്നു അവർക്ക് നാം ഒരുക്കി വച്ചിരിക്കുന്നു സലാസില വ അഗ്ലാലൻ വസഈറ, കാൽ ചങ്ങലകളും കൈവലങ്ങുകളും അതുപോലെ കത്തിജ്വലിക്കുന്ന അഗ്നിയും. ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുമേ ഒരാളെ കെട്ടിയിട്ടിട്ട് തല്ലുന്നതന്നെ എത്ര ഭീകരമാണ് അല്ലേ? ബീഹാറില്, ഹരിയാനയിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്വഭാവം. ഒരാൾ മോഷ്ടാവാണെന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടാൽ
അതിക്രൂരമായ രൂപത്തിൽ അടിച്ചണ കൊല്ലും. അയാൾ യഥാർത്ഥത്തിൽ മോഷ്ടാവായിക്കൊള്ളണമെന്നില്ല. ആയാൽ തന്നെ ശിക്ഷിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? ഇല്ല. ഒരാളെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഭീകരമാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ സഹോദര, അള്ളാഹുവിന്റെ റൂട്ട് തെറ്റി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു നാളെ ഒരുക്കി വെച്ചത് ചങ്ങലകളാണ്. കാലുകൾക്ക് ചങ്ങല, കൈകൾക്ക് വിലങ്ങ്. അതോ അഗ്നിയുടെ ചങ്ങലയാണ്. ഒരുപാട് ആയത്തിൽ പറയുന്നുണ്ട്, ഇന്ന ലദൈനാ അൻകാലം വജഹീമ. വേറെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്ന ലദൈനാ അൻകാലം വജഹീമ. നാം ചങ്ങലകളെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ജഹീം എന്ന നരകവും ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാടാനാ ആ രൂപത്തിൽ അള്ളാന്റെ പ്രയോഗം. തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ആഹാരം ഒരുക്കി വെച്ചിട്ടുണ്ട്, വേദനാജനകമായ ശിക്ഷയും ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാടാം എന്നുള്ള രൂപത്തിൽ അള്ളാഹു ഒരായത്തിൽ പറയുന്നുണ്ട്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ ചങ്ങലകളെപ്പറ്റി കേട്ട ആയത്ത് കേട്ട് ഹൃദയാഘാതം സംഭവിച്ച് മരിച്ചവരുണ്ടെന്നാണ്. അതിൽപ്പെട്ടൊരു ഭാഗമാണ് ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിൽപ്പെട്ടതാണ്. ആ ആയത്ത് കേട്ടിട്ടാണ് അബോധാവസ്ഥയിൽ വീടുകയും പിന്നീട് മരിക്കുകയും ചെയ്തത്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സബാനിയാക്കളായ മലക്കുകളോട് അള്ളാഹു പറയാത്രേ, ഒന്ന് പിടിച്ചോ, ഓനെ പിടിച്ചോ, ഖുദൂഹു ഫഖുല്ലൂഹു, എന്നിട്ട് ചങ്ങലയിൽ ബന്ധിക്കുക. സുമ്മൽ ജഹീമ സല്ലൂ, പിന്നെ ജഹീം എന്ന നരകത്തിലേക്ക് തള്ളു. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ സബഊന ദിറാഅൻ ഫസ്ലുകൂ, പിന്നീട് 70 മുഴമുള്ള ചങ്ങലയിലേക്ക് അവരെ പ്രവേശിപ്പിക്കൂ. എന്താ അതിന്റെ ഉദ്ദേശം? അഗ്നിയുടെ ചങ്ങല വായയിലൂടെ എടുത്തിട്ട് അവന്റെ വയറ്റിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് അവന്റെ മലദ്വാരത്തിലൂടെ പുറത്തെടുക്കുന്ന ഭീവലസമായ ശിക്ഷയാണ് അത്രയത്. ആദ്യം കയ്യിന് വിലങ്ങിടാൻ പറയും. അത് പല രൂപത്തിലാണ്. ചിലത് ഇവരെ ബാക്കിലേക്ക് വളക്കുന്ന ഹദീസിലുണ്ട്, റിങ് മോഡല്. ആളെ ബാക്കിലേക്ക് വളക്കുകയാണ്, എന്നിട്ട് ഏറുണ്ട് അത്രേ. സബാനിയാക്കളായി മലക്ക്. അത് തെറ്റിനനുസരിച്ചാണ്. എല്ലാവരും ഒരുപോലല്ല, പല രൂപത്തിലും വരും. അള്ളാഹുവോട് നമ്മൾ വളരെയധികം ദുആ ചെയ്യണം സഹോദര. വളരെയധികം പേടിക്കണം. ഇതൊക്കെ ആർക്കാണ് നമ്മൾ മനസ്സിലാക്കണം? നന്ദി കെട്ടവർക്ക്. എല്ലാം ചെയ്തു തന്ന അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യാതെ നമ്മൾ ജീവിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിക്കൂല നമ്മൾ കരുതും. പടച്ചിറപ്പ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. നമ്മളങ്ങനെ മതിമറന്ന് ജീവിക്കും, അവസാനം നമ്മൾ കുടുങ്ങും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി ഇന്നൽ അബ്റാറ മുതൽ 5 മുതലുള്ള നമ്മൾ ഓതി വെച്ച 22 കൂടിയ ആയത്തുകൾ അവതരിക്കാനുണ്ടായ കാരണം ആദ്യം പറയാം, എന്നിട്ട് നമുക്കതാണ് അർത്ഥം വെക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ സ്നേഹിച്ച പെൺകുട്ടിയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ തിരുദൂതർ വിവാഹം ചെയ്തു കൊടുത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അഹ്ലു ബൈത്ത് ലോകത്ത് നിലനിൽക്കുന്നതും അവരിലൂടെ. റുഖിയ, ഉമ്മു കുൽസൂം എന്നീ പെൺകുട്ടികൾ നേരത്തെ മരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കെട്ടിച്ചു കൊടുത്തിരുന്നത്. റുഖിയ ബീവിയെ കെട്ടിച്ചു കൊടുത്തു. ആ കുട്ടി മരിച്ചപ്പോൾ ഉമ്മു കുൽസൂമിനെ കെട്ടിച്ചു കൊടുത്തു, അതും മരിച്ചു. ഇനിയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പുണ്യനബി പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിന്റെ തിരുദൂതർ കല്യാണം ചെയ്തു കൊടുത്തത് അലി റളിയല്ലാഹു അൻഹു. ഒരുപാട് കല്യാണക്കാർ വന്നു. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നബിയോട് അന്വേഷിച്ചു. കാരണം ഫാത്തിമ വലിയ സ്ഥാനമുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് സുന്ദരിയായ പെൺകുട്ടിയാണ്. മരുമകളായിട്ട് അവരെ കിട്ടണമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. ഫാത്തിമ ബി റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. പക്ഷെ നബി ആർക്കൊരു വാക്കും കൊടുത്തില്ല. അള്ളാന്റെ തിരുദൂതർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് അള്ളാന്റെ തിരുദൂതർ തന്റെ മകളെ കല്യാണം ചെയ്തെടുത്തു. അതിനൊരു പാഠം നമ്മൾ പഠിക്കേണ്ടത്, ഈ ആയത്തിറങ്ങാൻ കാരണം അതാണ്. അവരെ സംഭവമാണ്, അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത്, നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഭർത്താക്കന്മാരെ അന്വേഷിക്കുമ്പോൾ ദീനിന് മുൻഗണന കൊടുക്കണം. സമ്പത്ത് വേണ്ടെന്നല്ല, സൗകര്യം പോലെ. പക്ഷെ ദീനില്ലാതെ വെറും സൗന്ദര്യമോ സമ്പത്തോ തറവാടോ നോക്കി നമ്മൾ പോകണ്ട. നമ്മളാകെ അതുകൊണ്ട് പ്രയാസപ്പെടും. ദീനാണ് പ്രധാനം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ വരും, സമ്പത്ത് എന്ന് പറഞ്ഞാൽ പോകും. നമ്മുടെ ജില്ലയിലെ ഒരു ബഡ മുതലാളി
അഹങ്കാരത്തോടുകൂടെ പറയുമായിരുന്നു, എന്തറിയോ, നമ്മൾ അനുഭവത്തിലുള്ളതാ, അഹങ്കാരത്തോടെ പറയുമായിരുന്നു, കടലില് വെള്ളം ആണ് വറ്റിയാലേ എന്റെ പൈസ തീരുള്ളൂ. പൈസന്റെ കാര്യം ഞാൻ പറയുന്നു. ഇഷ്ടംപോലെ പണം ഉണ്ടായപ്പോ പറയുന്നതാണ്, കടലില് വെള്ളം ആണ് വറ്റിയാലേ ഡാഷിന്റെ പൈസ തീരുള്ളൂ. അയാളെ പേര് പറഞ്ഞിട്ട് അയാൾ പറയാണ്. ആണ് പൊട്ടൽ തുടങ്ങി ബിസിനസ്. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോൾ ആളുകൾ കല്യാണപ്പരിന്ന് മറ്റൊക്കെ പറയാത്രേ, കടലിലെ വെള്ളം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ, നിങ്ങളെ പൈസ പോയില്ലേ, പറ്റണടി പോയി. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. പണം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അത് വരും അത് പോകും, അതിനൊക്കെ ഓരോ നിമിത്തങ്ങളുണ്ടാവും. 1.25 കോടിയുടെ കാറിൽ മാത്രം സഞ്ചരിച്ചിരുന്ന ഒരാള് ഇപ്പോ ഒരു വാഗണറിൽ മാത്രം. ഒരു മൈലേജ് ലഭിക്കുന്നത് 3 കിലോമീറ്റർ മാത്രമാണ് 1 ലിറ്റർ പെട്രോളിന്. ആ ജാതി സെറ്റപ്പുള്ള വാഹനത്തിൽ മാത്രം പോയിരുന്ന ആള് പെട്ടെന്ന് ഒരു തകർച്ച, ബിസിനസ്, ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തില് വാഗണർ മോശമാണെന്നല്ല, പക്ഷെ അതേ സമയത്ത് ചില അഹങ്കാരത്തോടുകൂടെ ചില വാക്കുകളൊക്കെ പറഞ്ഞ് പിന്നെ പറ്റെല്ലാം ഒഴിവാക്കി അടിയിലേക്ക് വരുന്നൊരവസ്ഥ. പണത്തിന്റെ കാര്യം അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ മുൻഗണന നൽകേണ്ടത് ദീനിന്റെ വിഷയത്തിലാണ്. വേറൊന്നും നോക്കണ്ട എന്നല്ല, ദീനില്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അള്ളാന്റെ തിരുദൂതർ കല്യാണം ചെയ്തു കൊടുത്തത്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ ദരിദ്രനായിരുന്നു, വീട്ടിൽ കടുത്ത പട്ടിണിയായിരുന്നു. പക്ഷെ അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു, നല്ല റാഹത്തായിട്ട് മുന്നോട്ട് പോയി. അവരിലൂടെയാണ് ലോകത്ത് അഹ്ലു ബൈത്ത് നിലനിൽക്കുന്നത്. പ്രവാചക കുടുംബത്തെ കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്നാണ്. ആകാശത്തെ നക്ഷത്രങ്ങൾ ആകാശവാസികളുടെ കാവലാളാണ്, ഭൂമിയിലെ കാവലാള് യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വഅഹ്ലു ബൈതി അമാനുൽ ലിഅഹ്ലിൽ അർദ്. എന്റെ കുടുംബം, നബി തങ്ങൾ പറയുകയാണ്, എന്റെ കുടുംബം അത് ഭൂലോകവാസികളുടെ കാവലാളാകുന്നു. എന്റെ കുടുംബം ഇല്ലാതെയായാൽ ഭൂലോകവാസികൾ ഇല്ലാതെയാകുന്നു. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ആ ശൃംഖല അവിടെ നിലനിൽക്കും. സാധാരണ നമ്മൾ നമ്മുടെ മക്കളെ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താക്കന്മാരുടെ ഇനീഷ്യൽ അങ്ങനെ പോകലാണ്. ഇത് നേരെ തിരിച്ചാണ്. അള്ളാഹുവിന്റെ തിരുദൂതരുടെ മകള് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയിലൂടെയാണ് അള്ളാഹിന്റെ തിരുദൂതരുടെ കുടുംബം ഇവിടെ നിലനിന്നതെന്നാണ്. അതതിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു മാറ്റമാണ്. എന്തായിരുന്നാലും നമ്മുടെ വിഷയം, ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ ജനിച്ച രണ്ട് മക്കളാണ് ഹസൻ ഹുസൈൻ. വേറെ ഉണ്ടായിരുന്ന കുട്ടികൾ, മുഹ്സിൻ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ മരിച്ചു. പെൺകുട്ടികളുണ്ടായിരുന്നു. 5-6 പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഫാത്തിമ ബീവിയെ സംബന്ധിച്ചിടത്തോളം സഹ്റാ എന്നാണ് പറയാ. ഒരിക്കൽ പോലും ആർത്തമുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ നിസ്കാരവും ഒഴിവായിട്ടില്ല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. ആർത്തവകാരികൾക്ക് മെൻസസ് വേളയിൽ അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ല. പിന്നീട് അത് ഖളാ വീട്ടേണ്ടതുമില്ല. നോമ്പ് അവർ ഖളാ വീട്ടണം. എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരിക്കൽ പോലും ആർത്തവമുണ്ടായിട്ടില്ല. സാധാരണ ആർത്തവം ഇല്ലാതിരിക്കൽ ആരോഗ്യപരമായിട്ടൊരു പെണ്ണിന് പ്രശ്നം സൃഷ്ടിക്കും. ആർത്തവ ചക്രം ക്രമം തെറ്റിലൊക്കെ പ്രശ്നമാണ്. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ആർത്തവം ഇല്ലാത്തത് കൊണ്ട് അത് സംബന്ധമായിട്ടൊരു പ്രശ്നം നൽകിയിട്ടില്ല. അത് അള്ളാഹു സ്വർഗത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പെണ്ണിനെ ഉയർത്തിയതാണ്. ഇനി മാത്രമല്ല, പ്രസവരക്തം നിമിഷ നേരം വന്ന് അത് നിന്നു. പ്രസവിച്ചത് മുഴുവനും മഗ്രിബിന്റെ ശേഷമാണ്. എല്ലാ പ്രസവവും നടന്നത് മഗ്രിബ് നിസ്കരിച്ചതിന്റെ ശേഷമാണ്. മഗ്രിബ് നിസ്കരിച്ചാൽ പിന്നെ ഇഷാക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ മഗ്രിബ് നിസ്കരിച്ചു, അതിന്റെ ശേഷം പ്രസവിച്ചു, പിന്നെ കുളിച്ച് ശുദ്ധിയായി ഇഷാവും നിസ്കരിച്ചു. അശുദ്ധമായ അവസ്ഥ കാരണം ഒരിക്കലും നിസ്കാരം ഇബാദത്ത് മുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാത്തിമത്തു സഹ്റ എന്നാണ് പറയുന്നത്. അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഈ പെണ്ണ്, അവർ സഹിച്ച ത്യാഗം, അതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതായത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ 2 കുട്ടികൾക്ക് ശക്തമായ പനി ബാധിച്ചു. അതാണ് വിഷയത്തിന്റെ തുടക്കം, കടുത്ത പനി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അവ കുട്ടികൾ നല്ല പനിച്ച് കിടക്കുകയാണ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി, കുട്ടികളുടെ പനി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 2-3 നോമ്പ് നേർച്ചാക്കി കൂടെയെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു തോന്നിയ ഒരു നല്ല കാര്യമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 3 ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചാക്കി. ഫാത്തിമ ബീവിയും നേർച്ചാക്കി. അതോടെ കുട്ടികളുടെ രോഗം മാറി. കുട്ടികളുടെ രോഗം മാറിയപ്പോ എന്നാ പിന്നെ നോമ്പ് നോൽക്കണമല്ലോ, അവർ നോമ്പ് തുടങ്ങാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലേക്ക് ആണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട 2 ചെറുപ്പക്കാർ കുട്ടികളാണ്. അന്ന് ചെറിയ കുട്ടികളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ നോമ്പ് നോൽക്കുകയാണ്. അങ്ങനെ ചുരുക്കം പറയാം, ആ 4 ആളുകൾക്കും നോൽമ്പാണ്. സുന്നത്ത് നോമ്പല്ല, നേർച്ച നോമ്പാ. നേർച്ചയാക്കിയ നിർബന്ധമായി. സുന്നത്തിനെ നേർച്ചയാക്കാൻ പറ്റുള്ളൂ, നിർബന്ധത്തിനെ നേർച്ചയാക്കാൻ പറ്റൂല. അല്ലെങ്കിലും നിർബന്ധം തന്നെയുള്ളൂ. ഞാനൊന്ന് ലോഹർ നിസ്കരിക്കാൻ നേർച്ചയാക്കിയെന്ന് പറയാൻ പറ്റില്ല. നേർച്ചയാക്കിയിട്ടില്ലെങ്കിലും ലോഹർ നിർബന്ധം. ഞാനന്ന് ലോഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയെന്ന് കരുതാം, കൂലിയുള്ള കാര്യമാണ്. ഇനി നിർബന്ധമായി, ഇനി നിസ്കരിക്കുന്നത് നിർബന്ധം. ഇവിടെ 3 ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി. അങ്ങനെ ഈ കുടുംബം നോമ്പ് തുടങ്ങി. അപ്പൊ വീട്ടിൽ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കണ്ടേ. കുടുംബനാഥനായ അലി റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമം. എന്താ ചെയ്യാ, ഒന്നുമില്ല. ഗോതമ്പില്ല, റൊട്ടില്ല, ഒന്നുമില്ല. സമയം ഇങ്ങനെ പോവാണ്. വൈകുന്നേരമായാൽ കുട്ടികൾ ഇതുവരെ പനിച്ചു കിടന്ന മക്കളാണ്, അവർക്കും നോമ്പാണ്. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് മഹാനായ അലി റളിയല്ലാഹു അൻഹു, ഒരു കുടുംബനാഥനാണല്ലോ, അതിന്റെയൊക്കെ വിഷമം ഉണ്ടാവുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുലങ്കഷമായി ആലോചിച്ചു. പിന്നെന്ത് ചെയ്തറിയോ, തൊട്ട് അടുത്തുണ്ടൊരു ജൂതൻ ഷംഊൻ.
അദ്ദേഹം ഈ രോമങ്ങൾ ശേഖരിക്കുകയും അത് നൂലാക്കി പിരിച്ചിട്ട് വസ്ത്രം ഉണ്ടാക്കാൻ, അതാണ് അദ്ദേഹത്തിന്റെ പണി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികെ ചെന്നിട്ട്, അദ്ദേഹം പണമുള്ള ആളാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു സോഴ് ഗോതമ്പ് വേണമെന്ന് പറഞ്ഞു. അയാൾ ഒരു സോഴ് ഗോതമ്പ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ആ ഗോതമ്പിന്റെ വില കൊടുക്കാൻ അലി റളിയല്ലാഹുവിന്റെ പോക്കറ്റിലൊന്നുമില്ല. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസിയായ ജൂതനോട് പറഞ്ഞു, എന്റെ കൈവശം ഇതിന് നാണയങ്ങൾ തരാനൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഒരു സൗകര്യം ചെയ്തു തരണം, എന്റെ കുടുംബത്തിന് നിന്ന് നോമ്പാണ്, അതുകൊണ്ട് ഒരു സോഴ് ഗോതമ്പിന് പകരം നിങ്ങൾ കുറച്ച് രോമങ്ങളും എന്റെ കയ്യിൽ തരാം. ഈ ഒരു സോഴ് ഗോതമ്പിന്റെ കൂലിയായിട്ട് ഈ രോമങ്ങൾ എന്റെ ഭാര്യ ഫാത്തിമ പിരിച്ചു തരും. നല്ലോ ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊക്കെയുള്ള പെണ്ണുങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണത്. ഏതാപ്പ ഈ പെണ്ണ് നോക്കണങ്ങൾ, നോമ്പറക്കാൻ തിന്നാൻ വകുപ്പില്ലേറ്റേ ഇനി നൂല് പിരിക്കുക. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ജൂതനെ സംബന്ധിച്ച് നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്നു ആദ്യകാലത്ത് അല്ലെ, ജോലിക്ക് പോകും, അല്ലെങ്കിൽ അടക്ക വാങ്ങിക്കൊണ്ടുവരും, അത് പൊളിച്ചു കൊടുക്കും, അപ്പോ എന്തെങ്കിലും അതിന് നെല്ലോ കാര്യങ്ങളോ കൊടുക്കും. ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന, നെല്ല് കുത്തി കൊടുക്കും, പകരം കുറച്ച് നെല്ല് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് അരി കൊടുക്കും. ഇങ്ങനെ ജീവിച്ച ഒരുപാട് കാലുണ്ട്. ഇന്നത്തെ മക്കളൊന്നും പട്ടിണി അറിയില്ല. നമ്മുടെയൊക്കെ വല്യപ്പാരുടെ അവസ്ഥ വാപ്പാരോടും വല്യപ്പാരോടും ചോദിച്ചാൽ ഈ വിവരം പറയും. ആദ്യകാലത്ത് കഷ്ടപ്പെട്ടത്. ഇന്നത്തെ മക്കൾക്ക് കഷ്ടപ്പാടറിയില്ല. ഇന്നും വടിയും കൊന്തു കൊടുക്കുകയാണ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. ആദ്യം ഇല്ലാത്തതുകൊണ്ട് കലാപായിരുന്നു, ഇന്നങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഓൻ തിന്നാത്തതാണ് നമുക്ക് സങ്കടം. അപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല, എന്നിട്ട് ഓഫർ ചെയ്യാണ്, മോട്ടോർ സൈക്കിൾ വാങ്ങിത്തണ്ട്, ലാപ്ടോപ്പ് വാങ്ങിത്തണ്ട്, സൈക്കിൾ വാങ്ങിത്തണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരൊന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്നത്തെ മക്കളുടെ അവസ്ഥ. എന്തായിരുന്നാലും നോക്കൂ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസിയായ ജൂതനിൽ നിന്ന് ഒരു സോഴ് ഗോതമ്പ് വാങ്ങി 3 ദിവസം നോമ്പ് തുറക്കാൻ, ചപ്പാത്തി ഉണ്ടാക്കാൻ, പകരം ഈ രോമങ്ങൾ വാങ്ങി പിരിച്ചു കൊടുക്കാന്നുള്ള ഡിമാൻഡിൽ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഫാത്തിമ ബീവിനെ ഏൽപ്പിച്ചു. ഇനി നോക്കൂ, ശ്രദ്ധിക്കൂ, 3 ദിവസം നോമ്പ് വെൽക്കണമല്ലോ. അപ്പൊ ആദ്യത്തെ നോമ്പിന്റെ അന്നുള്ളത്. അപ്പോ നോമ്പ് തുടങ്ങുമ്പോ അത്താഴത്തിന് ഇല്ല, വെള്ളമൊക്കെ എന്തെങ്കിലും കുടിച്ചിട്ടാണ് ഒപ്പിക്കുക. നോമ്പ് തുറക്കുമ്പോ ചപ്പാത്തി ഉണ്ടാക്കാൻ ആകെ ഒരു സോഴല്ലേ ഉള്ളത്, ഒരു സോട് ഗോതമ്പ്, അത് 3 ഓഹരിയാക്കി, ചപ്പാത്തിക്ക് വേണ്ടി 3 ഓഹരിയാക്കി. ഈ രോമം 3 ഓഹരിയാക്കിയിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ ഓരോ ദിവസവും ഓരോ കെട്ട് പിരിച്ചാൽ മതി. ഫാത്തിമ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ അള്ളാന്റെ റസൂലിന്റെ മോളായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഇല്ല, അതാണ് പെൺകുട്ടി. ക്ഷമിച്ചു. കാരണം നബി അങ്ങനല്ലേ പഠിപ്പിച്ചത്. നബി അങ്ങനെ പഠിപ്പിച്ചത്. കയ്യമ്മ തഴമ്പ് വന്നിട്ട് അള്ളാന്റെ തിരുദൂതരുടെ അരികെ ചെന്ന് പറഞ്ഞില്ലേ ആയിഷ ബീവി, ഒരു വേലക്കാരെ വെച്ചുതരും. കാരണം നബി ഒന്ന് സമ്മതം മൂളിയാൽ ഇഷ്ടംപോലെ ആളെ കിട്ടും, കൂലിയൊന്നും കൊടുക്കണ്ട. ഏതാപ്പ ഈ ഫാത്തിമ ബീവി, നാളെ അവിടെ കഴിച്ചില്ലാവും എന്നുള്ള ആൾക്ക്. പക്ഷെ റസൂല് പറഞ്ഞു, കിടക്കുമ്പോ 33 വട്ടം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വേലക്കാരെക്കാളും മോളെ അതാണ് നല്ലത് എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ സുഖം മോളെ അവിടെയാണ്, പരലോകത്താണ് എന്ന് പഠിപ്പിച്ചത് കൊണ്ട് ഫാത്തിമ ബീവി കയ്യിൽ ഒരു പരാതിയില്ല. നോക്കൂ, പാവപ്പെട്ട ആ പെണ്ണ് ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾക്കും സ്വർഗത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന 4 പരിപൂർണ വനിതകളിൽ ഒന്നാമത്തെ പെണ്ണാണ് ഫാത്തിമ ബീവി, ഖദീജ ബീവി, ആസിയ ബീവി, മറിയം ബീവി. ഈ 4 പേരാണ് പൂർണ്ണ പെണ്ണുങ്ങൾ. അതിൽ ഏറ്റവും സ്ഥാനമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ അവസ്ഥയാണ്. അവരെന്ത് ചെയ്തു? ഒരു ഭാഗം ഗോതമ്പെടുത്തു, മറ്റേ ഒരു ഭാഗം പിന്നെ രോമങ്ങൾ പിരിച്ചു. അന്ന് വൈകുന്നേരം ഫാത്തിമ ബീവി ഭക്ഷണം ഉണ്ടാക്കി. അന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇവർ എല്ലാവരും കൂടി നിസ്കാരത്തിന്റെ ശേഷം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ പെട്ടെന്ന് വാതിലിന് ആരോ മുട്ടുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കി. വാതിൽ തുറന്നു നോക്കുമ്പോ ഒരു മിസ്കീനായ ആള്, ഒരു പാവപ്പെട്ട ആള്, ഒരു അഗതിയത, ഒരു മിസ്കീനത വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അദ്ദേഹം ആകെ വിശന്ന് പൊരിഞ്ഞു വന്നിരിക്കുകയാണ്. ആളെ കണ്ടാൽ തന്നെ അറിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ? നാളെ അള്ളാഹു നിങ്ങൾക്കതിന് പകരം ഭക്ഷണം തരും. അദ്ദേഹത്തിന്റെ ആ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അലി റളിയല്ലാഹുവിന്റെ മനസ്സലിഞ്ഞുപോയി. അലി റളിയല്ലാഹു നേരെ വന്നിട്ട് ഈ 4 ചപ്പാത്തി എടുത്തിട്ട്, ഇവര് കഴിക്കൽ തുടങ്ങിയിട്ടില്ല, അത് മുഴുവൻ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഈ സാധുവായ മിസ്കീന് കൊടുത്തു എന്നാണ് ഖുർആൻ നേരെ പറയാണ് ഈ സമ്പത്തെ പ്രകീർത്തിച്ചിട്ട്. 10-16 ആയത്തുകൾ അവതരിക്കാനുള്ള കാരണമാണത്.
അയാളത് അയാൾ ഫോർമാലിറ്റിക്ക് കൂടി ഇത് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞില്ല. വീട്ടിന്റെ അകത്തുള്ള അവസ്ഥ അയാൾക്കറിയില്ലല്ലോ. അദ്ദേഹം 4 ചപ്പാത്തിയും വാങ്ങിയിട്ട് സന്തോഷത്തോടെ പോയി. എന്നാ ഫാത്തിമ ബി ആക്ഷേപിച്ചോ? ഒക്കെ കൊടുക്കേ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച? എന്നാ ഞാൻ മറ്റേ ആ ഓഹരി എടുത്തിട്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞോ? ഇല്ല, അത് നാളേക്ക്. അന്ന് വെറും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവരങ്ങനെ കഴിച്ചു കൂട്ടി. ആ 2 കുട്ടികൾക്കും പരാതിയില്ല. 2ാമത്തെ ദിവസം ഇതേപോലെ അവർ നോമ്പ് തുറക്കാൻ 2ാമത്തെ വിഹിതം എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. ഇത് ഒരു കെട്ടുകഥയല്ല സഹോദര, നമുക്ക് തോന്നിപ്പോകും. അല്ലാഹു തആല അങ്ങനെ സംവിധാനിക്കാണ്. ലോക മുസ്ലിമീങ്ങൾക്കൊരു പാഠമാണ്. 2ാമത്തെ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വാതിലിന് മുട്ടുകേട്ടത്. അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു യതീമാണ് വന്ന് നിൽക്കുന്നത്. വീട്ടിന്റെ പുറത്തുണ്ട് ഒരു യതീം, അനാഥയാണ്. അദ്ദേഹം വളരെയധികം വിശന്ന് പൊരിഞ്ഞ് വന്നതാണ്. ഭക്ഷണം ചോദിച്ചു. അദ്ദേഹം തലേ ദിവസം പറഞ്ഞ ആളെപ്പോലെ ഈ കുട്ടി പറഞ്ഞു, ഞാൻ ഭയങ്കര വിഷമത്തിലാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, നിങ്ങൾക്ക് ഭക്ഷണം തരികയാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ നിങ്ങളെ ഭക്ഷിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. വേഗം വന്നിട്ട് ആ 4 ചപ്പാത്തി എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു, ആ കുട്ടി കൊടുത്തു. അന്നും ഇവർക്കാർക്കും പരാതിയില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പോഴേക്കും ഒരു പറ്റ അവശരാകുന്നുണ്ട്. കാരണം അത്താഴത്തിലൊന്നും കഴിക്കാനില്ല, വെറും വെള്ളം കുടിച്ചിട്ട്. നോമ്പ് തുറക്കുമ്പോഴും വെള്ളം മാത്രമേ ഉള്ളൂ, ആഹാരമൊന്നുമില്ല. 3ാമത്തെ ദിവസം ഇതേപോലെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ അന്നും വാതിലിന് മുട്ടും. അലി റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇതൊന്നും തിന്നാനുള്ള ഇതുണ്ടാവില്ല. ചെന്ന് നോക്കുമ്പോൾ അന്ന് ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ വന്നിരിക്കുകയാണ്. ഖുർആൻ അസീർ എന്ന് പ്രയോഗിച്ചു. അദ്ദേഹം പറ്റി വിശന്ന് പൊരിഞ്ഞു വന്നതാ. അദ്ദേഹത്തിന്റെ സങ്കടകരമായ അവസ്ഥ കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള എടുത്തിട്ട് അന്നുള്ളത് എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. സ്വന്തം ഭക്ഷണത്തിലേക്ക് വല്ലാതെ ആവശ്യമുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ടും തന്റെ വീട്ടിന്റെ മുന്നിൽ വന്നവരെ സൽക്കരിക്കാൻ തയ്യാറായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അടുത്ത ദിവസമായി. ഇനിയിപ്പോ നോമ്പൊന്നുമില്ല, പക്ഷെ നോമ്പ് പോലെ തന്നെയാണ്, തിന്നാനൊന്നുമില്ല. ഇത് നബി അറിഞ്ഞു. ഈ വിവരം അള്ളാഹുവിന്റെ തിരുദൂതർ അറിഞ്ഞപ്പോ അള്ളാഹിന്റെ തിരുദൂതർ ഉടനെ പുറപ്പെട്ടു. നമുക്കുണ്ടല്ലോ നമ്മളെ പെൺകുട്ടികളെ കെട്ടിച്ചെടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ട് എന്ന് അറിഞ്ഞാൽ വാപ്പാർക്കുണ്ടാവും ഒരു പോക്ക്, അല്ലെങ്കിൽ ഉമ്മാർക്കുണ്ടാവും മാതൃഹൃദയം, പിതൃഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ അവനാന്റെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ തിരുദൂതർ ഉടനെ തന്നെ പുറപ്പെട്ടു. ചെന്ന് നോക്കുമ്പോ ഈ 2 കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്. കുറെ ദിവസം പനിച്ചു കിടന്നു. പിന്നെ ഇപ്പൊ 3 ദിവസം നോമ്പ് നോറ്റിട്ടും ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. ഒറ്റവാക്കിൽ പറഞ്ഞ വാടിയ പുഷ്പം പോലെ കിടക്കുകയാണ്. ഫാത്തിമ ബീവിയെ കണ്ടപ്പോഴോ ആകെ തളർന്ന്. അതായത് ഫാത്തിമ ബീവി റുക്കൂൾ ചെയ്യുകയാണെങ്കിൽ വാരി എല്ലുകളെ എണ്ണ. ആലോചിച്ച് നോക്കൂ, ആരാപ്പതൊക്കെ. അള്ളാന്റെ തിരുദൂതർ വിചാരിച്ചാൽ അന്ന് എത്ര സമ്പന്നർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരു ചെറിയൊരു വിവരം കൊടുത്താൽ മതി, വാരി വലിച്ചിട്ട് കൊടുക്കും. അതൊന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മഹാനായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളെ ഒന്നിനെ അണഞ്ഞൂട്ടി പിടിച്ചു. ആകെ തളർന്നുപോയ ഫാത്തിമ ബീവിയെ കണ്ണ് ഉള്ളിലേക്ക് തള്ളി കവിളൊട്ടി വളരെയധികം പ്രയാസപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അള്ളാന്റെ തിരുദൂതര് അണഞ്ഞുകൂട്ടി പിടിച്ചപ്പോ അള്ളാൻ റസൂലിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ആ സമയത്ത് റസൂലുള്ളാന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടത്. ആ സ്പോട്ടിൽ വെച്ച് നബിക്ക് ഓതി കൊടുക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചോളൂ, തന്റെ പ്രിയപ്പെട്ട മകളെ അണഞ്ഞുകൂട്ടി പിടിച്ച് ആ പട്ടിണിയും വിഷമങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നബിക്ക് വേദന വന്നതാണ്. ആ സമയത്ത് അല്ലാഹു തആല ആയത്തിറക്കാണ്. ഇനി ഒന്ന് അർത്ഥം വെച്ചാൽ വേഗം മനസ്സിലാവും. ഞാൻ അർത്ഥം വെച്ചാൽ നോക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കൗസിൻ കാന മിസാജുഹാ കാഫൂറ. തീർച്ചയായിട്ടും പുണ്യവാന്മാർ യശ്റബൂന അവർ കുടിക്കുന്നവരായിരിക്കും മിൻ കൗസിൻ കാന മിസാജുഹാ കാഫൂറ. കർപ്പൂരം ചേരുവ ചേർത്ത കള്ളിന്റെ പാനപാത്രത്തിൽ നിന്ന് അവർ കുടിക്കുന്നവരായിരിക്കും. ഇന്നൽ അബ്റാറ പുണ്യവാന്മാർ, വലിയ പുണ്യാണ് ഇവർ ചെയ്തത്. ഇവിടെ ഫാത്തിമ ബീവിയെ പറ്റിയോ അലി റളിയല്ലാഹുവിനെ പറ്റിയോ പേരെടുത്ത് പറയാതിരുന്നത് അവർ ചെയ്ത ആ നിലപാട് ആര് സ്വീകരിച്ചാലും അതിന് വലിയ പുണ്യമുണ്ട് എന്ന് അറിയിക്കണം.
പുണ്യവാന്മാർ ദുനിയാവിൽ തിന്നാനും കുടിക്കാനും കമ്മിയുണ്ടെങ്കിലും നാളെ റബ്ബ് കൊടുക്കുന്നതിനെ പറ്റി പറയാണ്. തീർച്ചയായിട്ടും പുണ്യവാന്മാർ കർപ്പൂരം ചേരുവ ചേർത്ത കള്ളിൽ നിന്ന് കുടിക്കും. ഏതാണത്? അള്ളാഹുവിന്റെ അടിമകൾ കുടിക്കുന്ന ഉറവയാണത്. കള്ളിന്റെ നദിണ്ട്, കള്ളിന്റെ പുഴണ്ട്. അള്ളാഹുവിന്റെ അടിമകൾ കുടിക്കുന്ന ഒരു ഉറവയാണത്, അരുവിയാണത്. എന്നിട്ട് അള്ളാഹു പറയുന്നു യുഫജ്ജിറൂനഹാ തഫ്ജീറ. അത് അവർ ഒഴുക്കി നടത്തും, ഒരു ഒഴുക്കി നടത്തും അവർ. അതായത് സ്വർഗാവകാശി പുണ്യവാന്മാര് ആ കള്ളിന്റെ പുഴ ഇതിലെ വരട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ അരികിലേക്കാണ് വരുന്നത്. അതാണ് അവർ ഒഴുക്കി നടത്തും എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള പുഴ അത് പുണ്യവാന്മാർക്കാണ്. ആരാണ് ഈ പുണ്യവാന്മാർ? ഐഡന്റിറ്റി പറയാണ്. പുണ്യവാന്മാരാരാന്ന് ഓലെ തിരിച്ചറിയാനുള്ള അടയാളം പറയാണ്. യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യൂഫൂന ബിന്നദർ, അവർ നേർച്ചയെ പൂർത്തീകരിക്കുന്നവരാണ്. അവർ നേർച്ചയെ പൂർത്തീകരിക്കും. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. മാത്രമല്ല നാശം പാറിപ്പറക്കുന്ന ഒരു ദിവസത്തെ അവർ വല്ലാതെ ഭയപ്പെടുന്നവരാണ്. അവരെ പറ്റി ഇങ്ങനെ അള്ളാഹ് പ്രകീർത്തിക്കാണ്. ഉദ്ദേശം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാണ്. പേര് പറയാതിരുന്നത് അവർക്ക് മാത്രമല്ല, ആ നയം സ്വീകരിക്കുന്നവർക്കെല്ലാവർക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, അവരെ പറ്റി പറയാണ്, അവർ നേർച്ചയെ പൂർത്തീകരിക്കും പുണ്യവാന്മാർ. ഇവിടെ ഇപ്പൊ നേർച്ച 3 നോമ്പ് നോറ്റതാണ്. ഇനി ഏത് നേർച്ച ഇരുന്നാലും അത് പൂർത്തിയാക്കും. നാളത്തെ ദിവസത്തെ ഓല് വല്ലാതെ പേടിക്കും. മാത്രമല്ല വയുതഈമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഭക്ഷണത്തിലേക്ക് അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നതോടുകൂടെ തന്നെ അവർ അഗതിക്കും അനാഥക്കും ബന്ധനത്തിലാക്കപ്പെട്ടവർക്കും ഭക്ഷണം നൽകും. അവർ ഉണ്ടോ? അബ്റാറിങ്ങളുടെ പുണ്യവാന്മാരുടെ മഹത്വം അല്ലാഹ് പറയാണ്. നാളെ സ്വർഗം കിട്ടുന്ന, സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടുന്ന പുണ്യവാന്മാരാരാ? അവർക്ക് എത്ര ഭക്ഷണത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിലും അനാഥകളെയും അഗതികളെയും അനാഥകളെയും ബന്ധനത്തിലാക്കപ്പെട്ടവരെയും അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നു. ഈ ക്രമം അനുസരിച്ച് അല്ലാഹ് വന്നത്. ആദ്യം വന്നത് മിസ്കീനായിരുന്നു, രണ്ടാമത്തെ ദിവസം വന്നത് യതീമാണ്, മൂന്നാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പടിവാതിൽക്കൽ വന്നത് ഒരു പാവപ്പെട്ട ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളായിരുന്നു, അസീറായിരുന്നു. ആ ക്രമത്തിലാണ് ഖുർആൻ പറയുന്നത് വയുതഈമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അല്ലാഹു പറയുന്നത് ഭക്ഷണത്തിലേക്ക് വളരെയധികം അവർക്ക് പ്രിയമുണ്ടായിട്ടും അവര് ഒരു മിസ്കീനിനും ഒരു യതീമിനും അസീറിനും അവർ ഭക്ഷണം ഭക്ഷിപ്പിക്കും. മാത്രല്ല അവരെന്തിനാണ് ഈ കൊടുക്കുന്നത്? ആളാവാനാ? അല്ല. ഈ ഒരൊറ്റ സംഭവം മാത്രല്ല, പുണ്യവാന്മാര് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകും. എന്നിട്ട് അവർ പറയുമെന്ത്? ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ, ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകിയത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അല്ലാഹു പറയുന്നു, ആ പുണ്യവാന്മാര് പറയും, എന്ത് പറയും? ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ നിന്ന് പേടിക്കുന്നു. എന്തിന്? യൗമൻ അബൂസൻ ഖംതരീറാ, മുഖം ചൊളിഞ്ഞു പോകുന്ന ദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങൾ വല്ലാതെ പേടിക്കുന്നു എന്ന് അവർ പറയുന്നതാണ്. ഇനി അതിന്റെ ബാക്കി വേറെ പറയണം. അതിന് മുമ്പ് ഇത് പറഞ്ഞു പറയാം. അല്ലാഹു തആല ഇവരെ പ്രകീർത്തിച്ച് പറയാണ്, അവർക്ക് ഭക്ഷണത്തിലേക്ക് നല്ല ആവശ്യമുണ്ടായിട്ടും അവരെന്ത് ചെയ്തു? മിസ്കീനെയും യതീമിനെയും അതുപോലെ അസീറിനെയും ഒക്കെ സഹായിക്കും. അവരാണ് പുണ്യവാന്മാരെന്ന്. ഇതിന്റെ വ്യാഖ്യാനം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നോക്കൂ, ഒരാളുടെ ഇപ്പൊ ഇവിടെ അലി റളിയല്ലാഹു അൻഹു നോക്കൂ,
അത്ര ബുദ്ധിമുട്ട് ആ വീട്ടിലുണ്ടായിട്ടും തന്റെ ബുദ്ധിമുട്ട് അവഗണിച്ച്, കുടുംബത്തിന്റെ പ്രയാസം അവഗണിച്ച് തന്റെ വീട്ടിലേക്ക് വന്ന 3 പേരെ സഹായിച്ചു എന്നാണ്. അത് ചില്ലറ സംഗതിയാ. 3 പേരെ സഹായിച്ചു. ഇത് മാത്രമല്ല, ആ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസത്തെ ഒരാൾ നീക്കിക്കൊടുത്താൽ, ദുനിയാവിലെ പ്രയാസം നീക്കിക്കൊടുത്താൽ, നാളെ പരലോകത്ത് ഒട്ടേറെ പ്രയാസങ്ങളെ അള്ളാഹു അവനിക്ക് നീക്കിക്കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ എത്ര ഐക്യം, എത്ര സ്നേഹം ഉണ്ടാവും. ഇതറിയാത്തവരാണ് അധികം ആളുകളും. ദുനിയാവിൽ ഒരാളെ പ്രയാസം നീക്കിക്കൊടുത്താൽ നാളെ പരലോകത്ത് അവന്റെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാണ്, അള്ളാഹിന്റെ തിരുദൂതർ പറയാണ്. പിന്നെ അവിടെ ഗ്യാരണ്ടിയാണ്, ഉറപ്പായിട്ടും അതിന്റെ ഫലം കിട്ടും. പ്രയാസമൊന്നും ഇവിടല്ല പ്രയാസം. എത്ര കടമ്പഞ്ഞി കിടക്കാണ്ട്, എന്തൊക്കെ വരാണ്ട്. അത്തരം പ്രയാസമേറിയ ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. നമ്മൾ ഒരാളെ സഹായിച്ചാൽ, ഒരാളെ പ്രയാസം നീക്കിക്കൊടുത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസം നീക്കിത്തരും. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽആഖിറ. ഒരു ഞെരുക്കക്കാരന്റെ പ്രയാസത്തെ ഒരാൾ നീക്കിക്കൊടുത്താൽ ദുന്യാവിലും ആഖിറത്തിലുമുള്ള അവന്റെ ഞെരുക്കത്തെ അള്ളാഹു നീക്കും. നോക്കൂ, ദുന്യാവിൽ ഒരാളുടെ ഞെരുക്കം, പ്രയാസം നമ്മൾ തീർത്തു കൊടുത്താൽ ദുന്യാവിലും ആഖിറത്തിലും നമ്മുടെ ഞെരുക്കങ്ങളെ അള്ളാഹു തആല എന്ത് ചെയ്യും? നീക്കിത്തരും. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ദുന്യാവത്ത് നീങ്ങും. നമ്മളൊക്കെ മനസ്സിൽ വേണ്ടത് അങ്ങനെയാണ്. എന്നെക്കൊണ്ട് ഒരാൾക്ക് എന്തെന്നൊരു ശല്യം ഉണ്ടാവില്ല, എന്നെക്കൊണ്ട് ഒരാൾക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഉറപ്പിക്കുകയും പരമാവധി ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതിയാവും, വലിയ ഉപകാരത്തിന്, വേറെ ആൾക്കൊരു ഉപകാരത്തിന്. എന്തിനാ നഷ്ടപ്പെടുത്തുന്നു? കിട്ടിക്കോട്ടെ. അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ ദുന്യാവിലും ആഖിറത്തിലും നമ്മുടെ വിഷമം അല്ലാഹു തീർത്തു തരും. മഹാനായ നബി തങ്ങൾ പറഞ്ഞത്, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു ന്യൂനതയെ ഒരാൾ മറച്ചു വെച്ചാൽ അവന്റെ ന്യൂനതയെ അള്ളാഹു മറച്ചു വെക്കും. നമ്മൾ പരമാവധി എന്താക്കി ഇറപ്പാക്കാനാ നോക്കുക. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനതയെ നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ ന്യൂനതയെ അള്ളാഹു മറച്ചു വെക്കും. അവസാന നബി തങ്ങൾ പറഞ്ഞത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നോക്കൂ, അള്ളാഹിന്റെ തിരുദൂതർ പറയാണ്, അള്ളാഹു പറയാണ്, ഒരാള് തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. ഒരാള് തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കും. മതത്തിന്റെ പുറത്തുള്ളവരെ സഹായിച്ചാൽ പോലും നമുക്ക് കൂലിയുണ്ട്. പിന്നെ ഭാഗത്തുള്ളവരത് സത്യവിശ്വാസിയുടെ പ്രയാസം നീക്കിക്കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങോട്ടൊരു നന്ദിയും കിട്ടൂല. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ചെയ്താലും ചിലപ്പോൾ ഇങ്ങോട്ട് നന്ദിയൊന്നും ഉണ്ടാവില്ല. പ്രതീക്ഷിക്കണ്ട. അള്ളാഹു പറയുന്നെന്താ? അബ്രാറിയങ്ങൾ പറയും, അവർ ഭക്ഷണം നൽകും, അവർ എല്ലാ നിലക്കും സഹായിക്കും. എന്നിട്ട് അവരെന്താ പറയാ? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ. ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകിയത് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ലാ നരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നാം ഒരിക്കലും നിങ്ങളിൽ നിന്നൊരു പ്രതിഫലത്തെയോ അതല്ലെങ്കിൽ നന്ദിയെയോ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് അവർ പറയുന്നതാണ്. ഇതിനെ വിശദീകരിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. നോക്കൂ, നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിന്റെ പ്രത്യേകത അത് നമ്മൾ തീരെ മനസ്സിലാക്കാത്താണ്. അതായത് ഒരാള് തന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്താല് ആ അതിഥി കഴിക്കുന്ന ഓരോ ഉരുളയും, ചോറാവട്ടെ, ചോറ് തന്നെ പലതുണ്ടല്ലോ, മന്തി ആവട്ടെ, കബ്സാവട്ടെ, ഏതായാലും വേണ്ടില്ല, പിന്നെ റൊട്ടിയാകട്ടെ, ഈത്തപ്പഴമാകട്ടെ, ഹലുവയാകട്ടെ, ഓരോ ഉരുള, അതായത് വായിൽ കൊള്ളുന്നതും ഒരു ഹജ്ജിന്റെയും ഒരു ഉംറന്റെയും കൂലി ആ ചെലവ് ചെയ്താക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ പെരുന്തക്കാരത്തിന്റെ ആൾക്കാരാവും. സഹോദരാ, മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല
ഒരാള് അള്ളാഹു താല മലക്കുകൾ മുഖേന ഒരു വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 40 ദിവസം മുമ്പ് തന്നെ അത് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. ആ ഭക്ഷണത്തിനുള്ള വകുപ്പ് മലക്കുകൾ മുഖേന റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അതിഥികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, ഒരു അതിഥി വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയാൽ അതിന്റെ പേരിൽ 1000 ബർക്കത്തും 1000 ഹസനത്തും നമുക്ക് എഴുതപ്പെടുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്ന് നമ്മൾ സന്തോഷപൂർവ്വം അവർക്ക് ഭക്ഷണം കൊടുത്താൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇത്ര വലിയ പുണ്യമാണ്. മാത്രമല്ല, എത്ര 1000 ഹസനത്ത്. ഒരാൾ നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയാൽ 1000 ഹസനത്ത് 1000 ബർക്കത്ത്. ഇനി അതിന്റെ പുറമെ ഹദീസിലുള്ളത് മഹാന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ഒരു അതിഥി വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷവും കൊണ്ടാണ് മൂപ്പര് പോകുന്നത് എന്നാണ്. അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചിലപ്പോൾ അതിഥി വരുമ്പോൾ കീസ് ഉണ്ടാവും, ഓറഞ്ചോ. അയാൾ പോകുമ്പോൾ അയാളെ കൈവശം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ തെറ്റും കൊണ്ടാണ് മൂപ്പര് പോകുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ വളരെ തൃപ്തിയോടുകൂടെ ഭക്ഷണം കഴിച്ച് പോയത് കൊണ്ട് അതിന് ചെലവ് ചെയ്ത ആളുടെ ദോഷങ്ങളൊന്ന് പുറത്തു കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് ആയത്തുകൾ ഇത് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അലി റളിയല്ലാഹുവിന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തു, പാവപ്പെട്ടാക്കി യതീമിന് കൊടുത്തു. അതാണ് വലിയ സംഭവമായത്. നമ്മളതിനെ അവഗണിച്ചാലുള്ള അവസ്ഥ എന്താ? നരകത്ത് കിടക്കുന്ന ആളുകൾ നരകത്തിൽ വെച്ച് പറയുന്നത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലേ? എന്തേ നിങ്ങൾ നരകത്തിലെത്തി എന്ന് ചോദിക്കുമ്പോ എന്താ നരകാവകാശികൾ പറയാ? ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ മിസ്കീന്മാർക്ക് അഗതികൾക്ക് ആഹാരം കൊടുത്തിരുന്നില്ല. അപ്പൊ അവരെ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കണം എന്നാണ്. ഔദാര്യല്ല, നമ്മൾ ശരിക്കും നമ്മളെ ബാധ്യതയാണത്. നരകത്ത് കിടക്കുന്ന ആളുകളോട് സ്വർഗാവകാശികൾ ചോദിക്കാം, എന്തേ സക്കറിലെത്തിയത്? അപ്പൊ ഈ നരകാവകാശികൾ പറയാണെന്ത്? ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദുനിയാവിൽ നിന്ന് നിസ്കരിച്ചിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാർക്ക് ആഹാരം കൊടുത്തിരുന്നില്ല. ഇവിടെ നിസ്കാരം പറഞ്ഞതിന്റെ ഉടനെ തന്നെ പറയേണ്ടത് പാവങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്, ഭക്ഷണം കൊടുക്കുന്ന കാര്യം. നിസ്കാരം പറഞ്ഞിട്ട് വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞ നിസ്കാരവും പിന്നെ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല ഞങ്ങൾ. ഖാറൂനൊക്കെ അങ്ങനെയുള്ള പേച്ചത്, ഫിറൗന് അതല്ല പറ്റിയത്. ലോക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ. അപ്പൊ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വല്ല പുണ്യമുള്ള കാര്യമാണ്. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണിന്റെ കയ്യിൽ 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലാണ്, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലാണ്. അള്ളാന്റെ തിരുദൂതർ ആ വിഷയത്തിന് ഇങ്ങനെ മാറ്റം വരുത്തി വരികയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഒരു യുവതി 2 പെൺകുട്ടികളുടെ കയ്യും പിടിച്ചു വന്നത്. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ബീവിയെ ഭക്ഷണം വല്ലതുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ അകത്ത് പോയി നോക്കി. ആകെ 3 കാരക്ക മാത്രമാണുള്ളത്. 3 കാരക്ക. ആയിഷ ബീവി മനസ്സിൽ കരുതി, 2 പെൺകുട്ടികൾക്കും ആ സ്ത്രീക്കും ഓരോ കാരക്ക. അവിടെ വേറെ ഒന്നുമില്ല. ഞങ്ങൾ ചിന്തിക്കണം, വേറെ ഒന്നുമില്ല, പാത്ത് വെച്ച സാധനമൊന്നുമില്ല, അലമാരയില്ല. ആകെയുള്ള 3 കാരക്ക. ആ 3 കാരക്ക എടുത്തിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. ഇവിടെ നോക്കൂ, ആകെയുള്ള 3 കാരക്ക ചോദിച്ചു വന്ന പെണ്ണ് കൊടുക്കാൻ ആയിഷ ബീവിക്ക് മനസ്സ് വന്നുകൊണ്ട്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ പത്നിയാണ്. റസൂൽ ഇന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, വാരിക്കോരി കൊടുക്കാൻ, ഉള്ളതൊക്കെ കൊടുക്കാം. ഇനി അവിടെ വേറൊരു പോയിന്റും കൂടിയുണ്ട്. ആയിഷ ഈ പെണ്ണെന്ത് ചെയ്തു? ഈ 3 കാരക്ക വാങ്ങിയിട്ട് ഒരു കാരക്ക ഒരു കുട്ടി കൊടുത്തു, മറ്റേ കാരക്ക മറ്റേ കുട്ടി കൊടുത്തു. ഈ ഒരു കാരക്ക ഉണ്ട്. ആ കാരക്ക ആ യുവതി വായിലേക്ക് ഇട്ടു. അപ്പൊ ആയിഷ ബീവി വിചാരിച്ചത് ആ പെണ്ണ് അത് തിന്നാണെന്നാണ്. അല്ല, ആ പെണ്ണ് ആ വായിലേക്കിട്ട ഒറ്റ കാരക്ക പകുതിയാക്കാണ്. എന്നിട്ട് അതിൽ ഒരു പകുതി വീണ്ടും ഒരു പെൺകുട്ടി കൊടുത്തു, മറ്റേ പകുതി മറ്റേ പെൺകുട്ടി കൊടുത്തു. അതിൽ ആയിഷ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലം ഇങ്ങനെ മാറി മാറി വരികയാണ്. എത്ര സ്നേഹത്തോടുകൂടെ ആ പെണ്ണ് അതിൽ നിന്നൊന്നും കഴിക്കാതെ 3 കാരക്ക 50-50 ആക്കി. റസൂൽ വന്ന ഉടനെ ആയിഷ ബീവി ഈ സംഭവം പറഞ്ഞു. നബിയെ, ഒരു പെണ്ണ് 2 പെൺകുട്ടികളെയും കൊണ്ടുവന്നു. ഭക്ഷണം ചോദിച്ചു, ഒന്നുമില്ലായിരുന്നു. ആകെയുള്ള 3 കാരക്ക ഞാൻ കൊടുത്തു. ആ പെണ്ണ് ഒരു കാരക്ക ആകെ ഒരു കുട്ടിക്ക് കൊടുത്തു, മറ്റേ കാരക്ക 2ാമത്തെ കുട്ടിക്ക് കൊടുത്തു. അടുത്ത കാരക്ക ആ പെണ്ണ് തിന്നുമെന്ന് കരുതി, പക്ഷേ ഇല്ല, അതും പകുതിയാക്കി കുട്ടികൾക്ക് തന്നെ കൊടുത്തു. ആ സമയത്ത് അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ആ പെൺകുട്ടികൾ കാരണം അല്ലാഹു തആല ആ പെണ്ണിനെ സ്വർഗ്ഗത്തിൽ കടത്തിയെന്ന്.
വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടിയെയും കൊണ്ട് ഭക്ഷണം ചോദിച്ചത്. അന്ന് നബി തങ്ങൾ പറഞ്ഞത്, 2 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടാവുകയും ആ 2 പെൺകുട്ടികളെ ഒരാൾ പ്രായപൂർത്തിയെത്തുന്നതുവരെ നോക്കി വളർത്തി, അതായത് പിന്നെ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു, ഒരു നല്ല ഭർത്താവിനെ ഏൽപ്പിച്ചു. എന്നാൽ ആ 2 പെൺകുട്ടികൾ അയാൾക്ക് നരകത്തിൽ നിന്ന് മറയാണെന്ന്. പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും വിഷമിക്കണ്ട. ഒരാൾക്ക് 2 പെൺകുട്ടികൾ, എന്നിട്ട് ആ 2 പെൺകുട്ടികൾ കാരണം അയാൾ പരീക്ഷിക്കപ്പെട്ടു, കുറെ ബുദ്ധിമുട്ടായി. ആ 2 പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുത്തു. എന്നാൽ ആ 2 പെൺകുട്ടികൾ അയാൾക്ക് നരകത്തിൽ നിന്ന് മറയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാലത്തും ഉണ്ടാവും ബേജാറ്. 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൽ 2 പെൺകുട്ടികളെ കഥ വന്നുകൊണ്ട് പറഞ്ഞാണ്. ഒരു പെൺകുട്ടിയാണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എത്ര ആൾക്കാരുണ്ട്, ഒക്കെ പെൺകുട്ടികളായിരിക്കും. എന്നിട്ട് ബേജാറാവണ്ട, 4ഉം 5ഉം പെൺകുട്ടികൾ. അപ്പൊ ചിലരൊക്കെ പറയും ഓരോ വിധിയാടാ. എന്ത് വിധി? അയാൾക്ക് വലിയ പള്ളിയിലെടുത്തോ. അങ്ങനെ പറഞ്ഞ് ഇയാൾ ടെൻഷനാക്കാണ്. ഓരോ വിധിയാടാൻ. എന്താ അയാൾക്കൊരു കുഴപ്പം വരൂല, അയാൾക്ക് ഇപ്പൊ ആൺകുട്ടികളില്ല. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുണ്ടായ പോരെ. വല്യപ്പാനെ നോക്കാനും വല്യമാനെ നോക്കാനും എത്ര അനുഭവങ്ങളുടെ നമുക്ക്. എന്തെങ്കിലും സംഭവിക്കുന്നതിന് ഓടി വരാൻ മക്കളെ കുട്ടികൾ. 8ഉം 9ഉം ആൺകുട്ടികൾ ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്തോലില്ലേ? എന്തുണ്ടായിട്ട്? അപ്പൊ അതിന്റെ കാര്യം അത്രേ ഉള്ളൂ. സ്വാലിഹീങ്ങളാകാൻ ദ്വാരക്കാന്നല്ലാതെ. പിന്നെ ചിലർ ആത്മാർത്ഥമായിട്ട് പറയും, ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ ദ്വാരക്ക് ഹാഫിലാക്കാനാണ്. ഓക്കെ, അങ്ങനെ പറയുന്നത്. ആലത്തൂർപടിയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട്, ഒരു 2ാം ശംസുൽ ഉലമ ആകാൻ വേണ്ടി ദ്വാരക്ക് വേണ്ടിട്ടോ. ആത്മാർത്ഥമായിട്ട് പറയണം. അങ്ങനെ തന്നെ അതാകല്. പണ്ഡിതന്റെ മകൻ പണ്ഡിതനായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പക്ക നാടന്റെ മകൻ ചിലപ്പോൾ എന്താവും, വലിയ പണ്ഡിതനാവും. നമ്മൾ കരുതുമ്പോഴല്ലത് കാര്യങ്ങൾ വരെ. ചില്ലറ സംഗതികളല്ല. നല്ലത് ആഗ്രഹിക്കുക. പടച്ചോൻ വഴി കാണിച്ചെന്നുള്ളൂ. അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇവിടെ നോക്കൂ, ഈ സംഭവത്തിൽ ഉള്ള കാരക്കെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം മനസ്സിലാക്കണം. ഇനി നോക്കൂ, ഒരു ദിവസം അള്ളാഹുവിന്റെ തിരുദൂതർക്ക് ആട്ടിന്റെ മാംസം നബിക്ക് ഇഷ്ടമായിരുന്നു. ഒരു മാംസത്തിന്റെ കഷ്ണം കൊടുത്തു നബിക്ക് കഴിക്കാൻ. അപ്പൊ നബി വീട്ടിലില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്നത്തെ പോലെ ഉള്ള അലമാരകളും ഷോക്കേസുകളും സംവിധാനങ്ങളും ഒന്നില്ല. അതുകൊണ്ട് പൊത്താണ്, വീട്ടിനൊരു പൊത്തുണ്ടാവും, മാളം. ആ പൊത്തിൽ ഈ മാംസം വെച്ചു. നബി വന്നിട്ട് കൊടുക്കാതിട്ട് നബിന്റെ വീട്ടുകാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു വന്നു. അപ്പൊ അവിടെ വേറൊന്നുമില്ല, നബിന്റെ വീട്ടിൽ വേറൊന്നുമില്ല, ഈ മാംസത്തിന്റെ കഷ്ണം മാത്രമുള്ളത്. അപ്പൊ നബിക്ക് കൊടുക്കണം തന്നെ കൊടുത്തല്ലേ, അതുകൊണ്ട് അതിന്റെ വിവരം മിണ്ടിയില്ല, ഇവിടെ ഒന്നുമില്ല. യാചകന് പോയി. അള്ളാഹിന്റെ തിരുദൂതർ വന്നപ്പോ നബിന്റെ വീട്ടുകാര് നബിയോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു മാംസം ഇവിടെ എത്തിച്ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ഈ മാംസം വെച്ച സ്ഥാനത്തൊരു കല്ല്. ഈ വിവരങ്ങൾ പറഞ്ഞപ്പോ നബി ചോദിച്ചു, ഇത് കല്ലായ അത്ഭുതം പറഞ്ഞപ്പോ നബി ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ചോദിച്ചു. അതെ, ഒരു യാചകൻ വന്നിരുന്നു. ഇവിടെ ഈ സാധനം ഉണ്ടായിട്ട് ആ സാധുവായ ആൾക്ക് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് പഠിച്ചോൻ അത് ആർക്കും വേണ്ടാന്ന് തീരുമാനിച്ചതാണ് എന്ന് അള്ളാന്റെ തിരുദൂതർ തന്റെ ഭാര്യമാരെ പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കും ഇന്നൊന്നും ഇപ്പൊ അത്ര വലിയ പട്ടിണി ഇല്ല. പട്ടിണി ഉള്ളവർക്ക് പട്ടിണി തന്നെയല്ലോ. പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ പരമാവധി അഭിമാനം നഷ്ടപ്പെടും എന്നതുകൊണ്ട് പലപ്പോഴും അവർ അറിയിക്കൂല. ആരെയും അറിയിക്കാതെ രഹസ്യമാക്കി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പാവങ്ങളായ ആളുകൾ നമ്മളൊക്കെ ശ്രദ്ധയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം? പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ മുതലാളിമാരായ ആളുകളെ നമ്മൾ കണ്ടിട്ട് ഈ വിവരം തെര്യപ്പെടുത്തുകയും വേണം. നമ്മളെ കൊണ്ട് നേരിട്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അവിശ്വാസത്തിന്റെ അടയാളം അല്ലാഹു പറഞ്ഞത്, മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ ഓൽക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോ അവര് ഭക്ഷണം കൊടുക്കൂല എന്നല്ല പറഞ്ഞത്, ഭക്ഷണം കൊടുക്കാൻ താല്പര്യം കാണിക്കൂല എന്നാണ്. അപ്പൊ നേരെ ഭക്ഷണം കൊടുക്കാൻ ഒരാൾക്ക് കഴിയൂലെങ്കിൽ കഴിയുന്ന ആളുകളെ ആ വിഷയത്തിൽ തേടി പിടിക്കണം എന്ന് പറഞ്ഞാൽ റിലീഫ് പ്രവർത്തനം നടത്തണം തന്നെ പറയുന്നു. നമ്മൾ പറയണം, ഇന്നാളിനാള് വലിയ വിഷമത്തിലാണ്. അങ്ങനെ എത്ര ഉണ്ട് നമ്മളനുഭവത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട്. പറയണ്ടേ, 1-2 ചാക്ക് അരി കൊണ്ടേറ്റ് കൊടുക്കുകയാണ്. എത്രയോ ഉണ്ട്. എനിക്കറിയാം ചില മുതലാളിമാരെ ആഴ്ചയിൽ 2 ദിവസം പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് മാംസം എത്തിച്ചു കൊടുക്കുന്ന മുതലാളിമാരുണ്ട്.
എന്നാൽ ഈ മാംസം കിട്ടുന്നവർക്ക് അറിയോ ആരാ ഈ കൊടുത്തയക്കുന്നത്? അറിയില്ല. കടക്കാരോട് പറഞ്ഞിക്കണം ഉണ്ടണ്ട, പടച്ചം കൊടുക്കൂലേ അതൊക്കെ. ഞാൻ നേരത്തെ മദ്രസയിൽ നിന്നിരുന്നു. അന്ന് എനിക്കറിയാം, നമ്മൾ യൂണിഫോം ആക്കി മദ്രസയിൽ. പെൺകുട്ടികൾക്ക് പർദ്ദയും ആൺകുട്ടികൾക്ക് തുണിയും. അപ്പൊ ചില കുട്ടികളെ, നമ്മൾ കുട്ടികളെ പറ്റി പഠിക്കുമ്പോഴേ, ചില കുട്ടികൾക്ക് ആകെ ഒരു കൂട്ട് ഡ്രസ്സേ ഉണ്ടാവൂ. അത് അലക്കിട്ടാൽ പിന്നെ ഉണങ്ങോളം കാത്തിക്കണം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയപ്പോ ആ നാട്ടിലെ ഒരു വലിയ മുതലാളിയെ ഈ വിവരം ഞാൻ തെര്യപ്പെടുത്തി. മൂപ്പരിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു സാറേ, അത്ര വിഷമം തോന്നുന്ന ഏത് കുട്ടികളാണെങ്കിലും നിങ്ങളൊരു എഴുത്ത്, ജസ്റ്റ് നിങ്ങളെ പേര് എഴുതിയിട്ട് ഒരു ഒപ്പിട്ടിട്ട് ഒരു ചെറിയൊരു കടലാസിന്റെ ഒരു തുണ്ടം മതി, അതുമായിട്ട് ഇന്ന ടെക്സ്റ്റൈൽസിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചാൽ മതി. ഞങ്ങൾ ധാരണയിലെത്തിയിരുന്നു. ആ ടെക്സ്റ്റൈൽസിന്റെ ഉടമയും നമ്മളും. അങ്ങനെ ഇങ്ങനെ പ്രയാസം വരുന്ന കുട്ടികളെ നമ്മൾ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു സ്ലിപ്പിൽ ഞാൻ എൻ്റെ പേര് എഴുതിയാണ്ട് ടെക്സ്റ്റൈൽസ് കൂടും. എനിക്ക് വേണ്ട അവിടെ നിർത്തോണ്ടെന്ന് പറയും. കുട്ടികൾ അവിടെ നിർത്തുകാണ്ട് പോകും. പലപ്പോഴും രക്ഷിതാക്കൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും, അല്ല ഉസ്താദ്, കുട്ടി വന്നപ്പോ ഒരു തുണി മുപ്പായിട്ട് വന്നു, അതിപ്പോ ആരാ എൻ്റെ ആളെ പറയണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദ്വാരന്നാ മതിയെന്ന് പറയുന്നു. ഇതൊന്നും ഇവിടുന്നൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം തന്നെ ഒരിക്കൽ, പിന്നെ ഞാൻ നിൽക്കുമ്പോൾ എന്റെ പേരിൽ വലിയൊരു പെട്ടി വന്ന് കിടക്കുന്നു. അപ്പൊ എല്ലാവരും വിചാരം എനിക്ക് കാര്യമായിട്ട് എന്തോ തടഞ്ഞിക്കണമെന്നാണ്. അപ്പൊ ഞാൻ ഈ മുതലാളിയിട്ടൊരു കരാർ ചെയ്തേനു. അയാൾ അവിടെ എത്തിയിട്ട് മദ്രസയിലെ മൊത്തം പാവപ്പെട്ട മുഴുവൻ കുട്ടികൾക്കും നല്ല മുന്തിയ പർദ്ദ കൊടുത്തയച്ചതാണ്. അത് കാർഗോയിൽ വന്നാണ്. ആൾക്കാർ കരുതി എനിക്കെന്തോ കാര്യമായിട്ട് വന്നു. പിടിക്കാനൊക്കെ കുട്ടികൾ ഒരുപാട് വന്നു അങ്ങാടിയിൽ നിന്ന്. പിന്നെ ലാസ്റ്റ് ഓഫീസ് റൂമിൽ എത്തിയിട്ടാ പറഞ്ഞത് സാധനം എന്താണെന്ന്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് നല്ല ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, അവർക്കൊക്കെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിത് അറിയില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഉള്ളവർക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള, ഇല്ലാത്ത എന്തടക്കട്ടെ. അപ്പൊ ഇല്ലാത്തവർക്ക് കൊടുത്ത എത്ര ഉണ്ടോ? അതുകൊണ്ടാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സൽക്കാരപ്രിയനായിരുന്നു. ഭയങ്കര സൽക്കാരപ്രിയനാണ്. നല്ല ഉണ്ടായി കൊടുക്കും. നിങ്ങൾ തിന്നോളി എന്ന് പറയില്ല, അത് അദബുകേടാവെന്ന് കരുതിയിട്ട് കഴിക്കല്ലേ അലാ തൗക്കുലൂൻ അങ്ങനെ ചോദിച്ചിരുന്നതാണ്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ കഥ നമുക്ക് കാണാൻ കഴിയും. അയ്യൂബ് നബിയുടെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം അങ്ങനെയായിരുന്നു. മിസ്കീമാരെ വാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരുപാട് സ്വഹാബിമാരങ്ങനെ ഉണ്ടായിരുന്നു. അത് വാരി വലിച്ചിട്ട് കൊടുക്കും. അത് മുടക്കിയവർക്ക് അള്ളാഹു തആല നല്ല ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഖുർആനിൽ തന്നെ അള്ളാഹു ചില കഥകൾ പറയുന്നുണ്ട്. ഒരു സംഭവ കഥ പറയുന്നുണ്ട്. അയാളെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊക്കെ എന്ത് ചെയ്യും? പിന്നെ കുടുംബത്തിന് ഒരു വിഹിതം മാറ്റിയേക്കും, ഒരു വിഹിതം പിന്നെ വിത്തിറക്കാനുള്ള മാറ്റിയേക്കും, ബാക്കി ഒക്കെ എന്ത് ചെയ്യും? പാവങ്ങൾക്ക് കൊടുക്കും. അദ്ദേഹം മരിച്ചപ്പോൾ മക്കളത് ബ്ലോക്കാക്കി. അള്ളാഹു താല ആ തോട്ടത്തിന് ശിക്ഷ ഇറക്കിയത് ചരിത്രത്തിൽ കാണാം. ഇവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെ നിലപാട് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഫാത്തിമ ബീവി ഇങ്ങനെ പഠിച്ചിട്ട് എല്ലാം പഠിച്ചു. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ഒരു യാചകൻ മദീന പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് കുറച്ച് ഭക്ഷണം വേണം, ഒരു കമ്പിളി പുതപ്പും വേണമെന്നാണ്. അതിൽ നബി പ്രസംഗിക്കാണ്. അതിൽ നബി തങ്ങൾ ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, അയാളെ ഫാത്തിമാന്റെ അടുത്ത് കൊണ്ടേക്കോ, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞാൽ. ആ സ്വഹാബി ഈ യാചകനെയും കൊണ്ട് ഫാത്തിമ ബീവിന്റെ അരികെ ചെന്ന് വിവരം പറഞ്ഞു. ഫാത്തിമ ബീവി റൂം ഉള്ളിലേക്ക് പോയി. ഒന്നുമില്ല, ഒന്നും കൊടുക്കാല്ല. അയാൾക്ക് കമ്പിളി കൊടുക്കാനുമില്ല, അയാൾക്ക് ഭക്ഷണം കൊടുക്കാനുമില്ല. ഫാത്തിമയെ കുറച്ചേരം അങ്ങനെ ആലോചിച്ചു. പിന്നെ എന്ത് ചെയ്തറിയോ? ആ മാലെടുത്തു. കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. ആ മാല എടുത്തിട്ട് ഈ യാചകന്റെ കൈ കൊടുത്ത്, ഒന്നുമില്ല, ഇത് വിറ്റിട്ട് നിങ്ങൾ വേണ്ട വസ്ത്രവും ഭക്ഷണവും വാങ്ങിക്കോളിയെന്നാണ്. അയാൾക്ക് ഭയങ്കര ഹാപ്പിയിൽ തിരിച്ചു വന്നു. ഈ സ്വഹാബി ഇയാൾ നേരെ മദീന പള്ളിയിൽ വരുമ്പോൾ അപ്പോഴും നബി പ്രസംഗിക്കാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇത് ഓപ്പണായിട്ട് പറഞ്ഞു, അങ്ങയുടെ വീട്ടിൽ പോയി അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങയുടെ മകള് എന്ത് ചെയ്തു? ഈ മാല അഴിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വഹാബിമാര് അലി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഇത്ര കഷ്ടപ്പാടുണ്ടെന്നുള്ളത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ചില സ്വഹാബിമാർ അവിടുന്ന് കരഞ്ഞുപോയി ഇത് കേട്ടിട്ട്. ഇതുവരെ മറച്ചു വെക്കാൻ അഭിമാനം നഷ്ടപ്പെടുന്നു കരുതിയിട്ട്. ഇത്രമാത്രം കഷ്ടപ്പാടുള്ള വിവരം അറിഞ്ഞു ചിലരൊക്കെ കരഞ്ഞുപോയി. ഒരു സ്വഹാബി വേഗം സാസന്ന് എഴുന്നേറ്റ് ഈ യാചകനെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് ഈ മാല വിൽക്കുന്നോ എന്ന് ചോദിച്ചു. വിൽക്കാനാണെന്ന് പറഞ്ഞു. നല്ല വില കൊടുത്ത് വാങ്ങിയിട്ട് ഫാത്തിമ ബീവിന്റെ ആ പുണ്യ ശരീരം തട്ടിയത് എന്റെ വീട്ടുകാരിക്ക് കൊടുക്കണമെന്ന് കരുതിയിട്ട് അദ്ദേഹം വീട്ടിൽ പോയി. ആ മാല വാങ്ങിയിട്ട് വീട്ടിൽ പോയി ഭാര്യയ്ക്ക് കൊടുത്തു. പക്ഷെ അന്ന് രാത്രി ആൾക്ക് ഉറക്കുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, ഞാനത്
വാങ്ങി എന്റെ ഭാര്യയ്ക്ക് കൊണ്ടുവന്നത് ശരിയായില്ല. ആകെയുള്ള ഫാത്തിമാവിക്കുള്ള ഒരൊറ്റ മാലല്ലേ അത്. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് വാങ്ങിയിട്ട് നബിന്റെ അടുത്ത് കൊടുത്തിട്ട് അത് ഫാത്തിമാക്ക് എന്നെ കൊടുത്തോണ്ടിന്ന് പറയേണ്ടതായിരുന്നു. ഇദ്ദേഹം സുബൈക്ക് പള്ളി ചെന്നപ്പോ ഈ മാലയും കൊണ്ടാ പോയത്. ഇത് നബിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഫാത്തിമ ബീവി കൊടുത്ത ആ മാല ഫാത്തിമ ബീവിക്ക് തന്നെ എത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അള്ളാന്റെ തിരുദൂതനാണല്ലോ ഈ രൂപത്തിൽ അവരെ പരിവർത്തിപ്പിച്ചെടുത്തത്. ഇത് നമ്മൾ സത്യവിശ്വാസികൾക്ക് വലിയ പാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഇവർ നൽകിയ ഈ പ്രവർത്തനത്തെ അള്ളാഹു പ്രകീർത്തിച്ച് പറയാണ്. എന്നിട്ട് ഇനി നോക്കൂ, നബിതങ്ങള് കരഞ്ഞ നബിതങ്ങൾ പുഞ്ചിരിക്കാൻ കാരണം അടുത്ത ആയത്തുകൾ നോക്കി. ഇനി അള്ളാഹു താല ഈ പുണ്യവാന്മാർക്ക് അള്ളാഹു നാളെ പരലോകത്ത് കൊടുക്കുന്നത് പറയാൻ. ഇതിന് പകരം ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗമി വലഖാഹും നളറതൻ വസുറൂറാ. നാശം പാറിപ്പറക്കുന്ന ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നു എന്നാണല്ലോ ആ പുണ്യവാന്മാര് ഇങ്ങനെ ദാനം ചെയ്യുമ്പോൾ പറയുന്നത്. നാളെ അവിടെ രക്ഷപ്പെടാനാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അന്നത്തെ ദിവസത്തെ ആ നാശത്തെ തൊട്ട് അള്ളാഹു അവരെ കാത്തു. ഓൽക്കിനൊരു പ്രശ്നം വരൂല. നബിന്റെ കുടുംബത്തെ പ്രകീർത്തിച്ചാണ് ഈ പറയുന്നത്. ആ നിലപാട് സ്വീകരിക്കുന്നവർക്കൊക്കെയും ഇനി എന്താ എന്റെ കുടുംബത്തിന് അല്പം സാമ്പത്തികമായി അവർ പിറകിലാണെങ്കിലും, എന്റെ ഫാത്തിമാക്ക് പട്ടിണിയാണെങ്കിലും, എന്റെ മരുമകനും എന്റെ പേരക്കുട്ടികൾക്കും പട്ടിണിയാണെങ്കിലും അത് പ്രശ്നമില്ല. പടച്ചോൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ആ സന്തോഷാധിക്യത്താൽ റസൂലുള്ളാഹി തങ്ങൾ ഇനി ചിരിക്കാൻ പോവാണ്. മാത്രമല്ല ഇവിടെ അള്ളാഹു പറയുന്നത് വലഖാഹും നളറതൻ വസുറൂറാ. അള്ളാഹുവർക്ക് മുഖപ്രസന്നതയും അതോടുകൂടെ ഹൃദയ സന്തുഷ്ടിയും നൽകി. അവർക്ക് എല്ലാ നിലക്കുള്ള സന്തോഷം, മുഖപ്രസന്നത അള്ളാഹു നൽകുന്നതാണ്. ഇത് അള്ളാഹു പ്രത്യേകം എടുത്തു പറയാണ്. വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ. മാത്രമല്ല അവർ ക്ഷമിച്ചതുകൊണ്ട് അവർക്കുള്ള പ്രതിഫലം സ്വർഗത്തോപ്പും അതുപോലെ പട്ടുവസ്ത്രവുമാണ്. പട്ട് അവർക്ക് കൊടുക്കും. ഇവിടെ അല്ലേ തിന്നാനും കുടിക്കാനും ധരിക്കാനും കമ്മി ഇല്ല, അവിടെ സ്വർഗത്തോപ്പ് അതോടുകൂടെ പട്ട് നൽകും. മാത്രമല്ല മുത്തഖീന ഫീഹാ അലൽ അറായിക്. അവർ കട്ടിലുകളിൽ അലങ്കൃതമായ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർ അത് സ്വർണത്തിന്റെ നൂല് കൊണ്ട് മടഞ്ഞതാണ്. ഇവിടെ കുറച്ച് കമ്മിയുണ്ടെങ്കിലും അള്ളാഹു സ്വർഗത്തിലെ കട്ടിലിനെ പറ്റി പറയാണ്. ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ. ചൂടോ ഓവർ തണുപ്പോ അവർ അനുഭവിക്കുകയില്ല. സ്വർഗത്തിൽ ചൂടുമില്ല, ഓവർ തണുപ്പുമില്ല, നല്ല സുഖകരമായ അവസ്ഥ. വദാനിയതൻ അലൈഹിം ലിലാലുഹാ. നിഴലുകൾ അവരോട് അടുത്ത് നിൽക്കും. അതായത് സ്വർഗത്തിലെ മരങ്ങള്, ആ മരങ്ങളുടെ തണ്ട് സ്വർണമായിരിക്കും. ആ സ്വർഗത്തിലെ മരങ്ങൾ ഇങ്ങനെ അടുത്ത് നിൽക്കും അവരോട്. അവിടെ ചൂടില്ല, എന്നാൽ പോലും അല്ലാഹു തആല മരത്തിന്റെ തണലും മറ്റും കൊടുത്തിട്ട് അലങ്കൃതമാക്കിയിരിക്കുകയാണ്. വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. ആ സ്വർഗത്തിലെ പഴക്കുലകൾ അവരോട് പറിച്ചെടുക്കാൻ വളരെ അടുത്തായി നിൽക്കും. കിടക്കുന്ന ആൾക്ക് കിടന്നുകൊണ്ട് പഴം പറിക്കാം, നിൽക്കുന്നവനക്ക് നിന്നുകൊണ്ട് പഴം പറിക്കാം, ഇരിക്കുന്നവന് ഇരുന്നു കൊണ്ട് പഴം പറിക്കാം. ഈ രൂപത്തിൽ അല്ലാഹു സംവിധാനിക്കുന്നതാണ്. മാത്രമല്ല വയുത്വാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫില്ല വഅക്വാബിൻ കാനത് ഖവാരീർ. അല്ലാഹു പറയുന്നു വയുത്വാഫു അലൈഹിം ബിആനിയ. മാത്രമല്ല പാത്രങ്ങളുമായി അവരങ്ങനെ ചുറ്റിക്കപ്പെടും. മിൻ ഫില്ല, വെള്ളിയുടെ പാത്രം. വെള്ളിയുടെ പാത്രവുമായി ചുറ്റിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ സ്വർഗാവകാശികൾ സ്വന്തം ആവശ്യമുണ്ടായിട്ടും ഫക്കീറിനെയും മിസ്കീനിനും അതുപോലെ അസീറിനൊക്കെ ഭക്ഷണം കൊടുത്ത നേർച്ചയെ പൂർത്തീകരിച്ച ആ പുണ്യവാന്മാരുണ്ടല്ലോ, അവരുടെ ചുറ്റുഭാഗത്ത് ചെറിയ ബാലന്മാരിങ്ങനെ ചുറ്റും. ഏതുമായി? വെള്ളിന്റെ പാത്രമുണ്ട്. എങ്ങനത്തെ വെള്ളി? വെള്ളിയുടെ പാത്രം. വഅക്വാബിൻ കാനത് ഖവാരീറ ഖവാരീറ മിൻ ഫില്ല. അതായത് അള്ളാഹു പറയാണ് അത് കൂജകളും അവരുടെ കയ്യിലുണ്ടാവും. അവർക്ക് ചുറ്റുന്ന ഈ കുട്ടികളുടെ കൈവശം കൂജകളുണ്ട്. കാനത്ത് ഖവാരീർ, സ്ഫടിക സമാനമായ. ഖവാരീറ മിൻ ഫില്ല, വെള്ളിയിൽ നിന്നുള്ള സ്ഫടിക സമാനമായത്. ഖദ്ദറൂഹാ തഖ്ദീറാ, അതിൽ അവർ ഒരു തോത് കണക്കാക്കുന്നതാണ്. അപ്പോ അവിടെ നല്ല കൂജകള്, പാത്രങ്ങള്, അതിൽ കള്ള്,
അതിൽ അവരുടെ തോത് കണക്കാക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗാവകാശി എത്ര കുടിക്കണമെന്ന് കരുതിയത് അതാണ് അതിന്റെ തോത്. ആ തോത് കണക്കാക്കി ഇത് കൊടുക്കാൻ വേണ്ടി ചെറിയ ബാലന്മാർ മാത്രമല്ല, വയുസ്ഖൗന ഫീഹാ കൽസൻ കാന മിസാജുഹാ സൽജബീല, ഇഞ്ചി ചേരുവ ചേർത്ത കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. നേരത്തെ ചേരുവ ചേർത്തേതാ? ആദ്യം ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കൽസിൻ കാന മിസാജുഹ കാഫൂറ. ആദ്യം പറഞ്ഞെന്താ? കർപ്പൂരം ചേരുവ ചേർത്ത കള്ള് എന്നാണ്. അവ രണ്ടു തരം കള്ളുണ്ട് എന്നാണ്. പിന്നെ പറയുന്നതോ വയുസ്ഖൗന ഫീഹാ കൽസൻ കാന മിസാജുഹ സൻജബീല, ഇഞ്ചി ചേരുവ ചേർത്ത കള്ള് അവർക്ക് കുടിപ്പിക്കപ്പെടും. ചിലപ്പോൾ നമ്മളിങ്ങനെ കരുതേ ഇഞ്ചിയൊക്കെ ചേർത്തപ്പോ എന്തേക്കാണ് കോലം, നമുക്ക് ഇതിന്റെ ആദ്യത്തെ കോലം എങ്ങനെ പിടുത്തല്ല, ഇഞ്ചി ചേർത്ത എങ്ങനെ ആവുന്ന പിന്നെ ഒരു പിടുത്തം കിട്ടൂല. നമ്മൾ കരുതിയ ഇഞ്ചിയല്ല സഹോദരാ, അത് നമ്മൾ ഇവിടുത്തെ കർപ്പൂരം ചിന്തിച്ചാൽ ആകെ അരപ്പാവുന്ന ആ സാധനം എന്ന് കരുതും. അങ്ങനെയല്ല സഹോദര, അല്ലാഹു തആല ഒരുക്കി വെച്ചത് എങ്ങനെയാണ് അതിന്റെ രൂപം നമുക്കറിയില്ല. ഐനം ഫീഹാ തുസമ്മാ സൽസബീല, സൽസബീൽ എന്ന് പേരുള്ള ആ ഉറവയിൽ നിന്ന് കുടിപ്പിക്കും. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരവാസികളായ കുട്ടികൾ അവരെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, കുട്ടികൾ ഇങ്ങനെ ചുറ്റും, ഈ ചെറിയ മക്കൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅം മൻസൂറാ, ആ കുട്ടികളെ നീ കണ്ടാൽ വെതറപ്പെട്ട മുത്തുകളെ പോലെ തോന്നും. ഉടനെ ഒരു സ്വഹാബി ചാടി എഴുന്നേറ്റു. നബി ഇത് വിശദീകരിച്ചപ്പോഴേ, സ്വർഗത്തിൽ നമുക്ക് ഖിദ്മ ചെയ്യാനുള്ള കുട്ടികളാണത്. സ്വർഗത്തിൽ നമുക്ക് ഖിദ്മ ചെയ്യാനുള്ള ചെറിയ ബാലന്മാർ അവരിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അവരിങ്ങനെ ചുറ്റും. ആ ചുറ്റുന്ന കുട്ടികളെ പറ്റി ഖുർആൻ പറയുന്ന എന്താണ്? ആ കുട്ടികളുടെ ചൊറുക്ക് കണ്ടാ തോന്നിപ്പോകും വെതറപ്പെട്ട മുത്തുകളെ പോലെ. അപ്പോ ഒരു സ്വഹാബി വെച്ചു, നബിയെ സ്വർഗത്തിൽ ഖിദ്മ കുട്ടികൾ തന്നെ അത്ര ചൊറുക്കുണ്ടെങ്കിൽ അപ്പൊ സ്വർഗാവകാശി അത്ര ചൊറുക്കുണ്ടാവുന്ന വെച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുമ്പോ ആ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണ ചന്ദ്രന് എത്രമാത്രം ഒളിവുണ്ടാകും. തിങ്കൾ ഉദിച്ചു നിൽക്കുമ്പോ 14-ാം രാവ് എന്നതുപോലെയാണ്. ആ വളരെ ഫിറ്റുള്ളത്. ചന്ദ്രൻ 14-ാം രാവിന് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. നല്ല നിലാവുള്ള രാത്രി, ചുറ്റുഭാഗത്ത് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെക്കാൾ നമ്മൾ തെളിഞ്ഞു കാണുന്നത് ഈ പൂർണ്ണ ചന്ദ്രനെയാണ്. നക്ഷത്രങ്ങളെക്കാൾ തെളിഞ്ഞു കാണുന്നത് ഈ പൂർണ്ണ ചന്ദ്രനെയാണ്. അതിന്റെ ചുറ്റുഭാഗം അനവധി നക്ഷത്രങ്ങൾ എന്നതുപോലെ സ്വർഗാവകാശി അത്ര സൗന്ദര്യമുണ്ടാകും. തിങ്കൾ ഉദിച്ചതുപോലെ അതിന്റെ ചുറ്റുഭാഗത്തുള്ള കുട്ടികൾ ഖിദ്മയാൾ. ഈ കുട്ടികളെ ഏതാണ്? 2-3 അഭിപ്രായമുണ്ട്. ഒന്ന്, അമുസ്ലിം കുടുംബത്തിൽ നിന്ന് മരിക്കുന്ന കുട്ടികളാണെന്നാണ് ഒരു അഭിപ്രായം. കാരണം അമുസ്ലിം കുടുംബത്തിൽ നിന്ന് മരിക്കുന്ന ചെറിയ കുട്ടികൾ, അവർക്കൊരു ഹിന്ദു കുടുംബത്തിൽ ഒരു കുട്ടി, ചെറിയ കുട്ടി മരിച്ചാൽ ആ കുട്ടിയെ നരകത്തിലിടാന് ആ കുട്ടി തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. സ്വർഗത്തിലിടാന് ആ കുട്ടി എന്ത് ചെയ്തിട്ടില്ല? നന്മയും ചെയ്തിട്ടില്ല. ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിൽ കുട്ടിന്റെ കുറ്റമല്ലല്ലോ. അങ്ങനെ മരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രായപൂർത്തി എത്തിയിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ചിങ്ങോട്ട് വരാനുള്ള ചാൻസ് കിട്ടിയില്ല. അതുകൊണ്ട് ഓലെ സ്വർഗത്ത് കടത്താൻ കോലല്ല, നരകത്തിലിടാനും പറ്റൂല. അത് നീതിയല്ല. എന്നാ പിന്നെ സ്വർഗത്തിൽ ചെറിയ പണി കൊടുക്കണം അവർക്ക്. അത് മതിയായിരുന്നല്ലേ നമുക്ക്? തങ്ങളുടെ അഭിപ്രായം. ശമ്പളം കുറവാണെങ്കിലും ഹറമില് സംസം കൊടുക്കുന്ന പണി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ഒരാളെന്നാണ് വേർക്കാൻ പറഞ്ഞു. എന്താ മൂപ്പര് ചിന്തിക്കേണ്ട എന്താണ്? ജമാഅത്ത് പങ്കെടുക്കാലോ എന്നാണ്. അവിടെ വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ എങ്ങനെയാണ് പോയിക്കോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞ എന്താ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, ജന്നാത്തിൽ ഫിർദൗസ് ലഭിക്കാൻ, ആ സ്വർഗത്തോപ്പ് കിട്ടാൻ ഈ അബൂബക്കർ ഒരിക്കലും അർഹനല്ല. അതേസമയം വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാ ജഹീം എന്ന നരകത്തെ താങ്ങാനുള്ള കഴിവ് ഈ അബൂബക്കറിനുണ്ടോ? അതുമില്ല. നമ്മളൊക്കെ കാലാലോചിച്ച് നോക്കും. സ്വർഗം ഉറപ്പായ അബൂബക്കറിൽ തന്നെ ആശങ്കയാണത്. പിന്തിങ്ങളും അതെന്താ? അപ്പൊ നമുക്കിപ്പോ സ്വർഗത്തിലെ പണി കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ നമ്മൾ കരുതുന്നുണ്ട്. പക്ഷെ നമ്മള് നബി പറഞ്ഞെന്തറിയോ? നിങ്ങൾ ചോദിക്കുമ്പോ എന്തെന്നെ ചോദിക്കണം? ജന്നാത്തിന് ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നാണ്. അതാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അതന്നെ ചോദിച്ചോളിയും. എനിക്ക് A+ ഇട്ടേ എവിടെ കിട്ടണം? പാസ് മാർക്ക് കിട്ടിയാൽ കഴിച്ചില്ലേ? അങ്ങനെ ആയാൽ ഒന്നും കിട്ടൂല. ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, എന്താ എനിക്കും A+ കിട്ടൂലെന്ന് എന്താ ഓല അങ്ങനെ തീരുമാനിക്കാൻ? അങ്ങനെ ഒരു വാശി ഉണ്ടല്ലോ. ആ വാശി ചിലപ്പോൾ 1-2 വിഷയത്തിലും കിട്ടാൻ കാരണമാവും. ചാടാൻ കഴിയുന്ന കിടങ്ങ് ആത്മവിശ്വാസത്തോടെ ചാടിയാലേ അപ്പുറത്ത് എത്തുള്ളൂ.
അല്ലെങ്കിൽ അങ്ങനെ അവിടെ എത്തുമ്പോൾ ആശങ്കയില്ലാതെ നടക്കണമെന്ന് പറയും, കൂട്ടി പറഞ്ഞു വിടും. ഇതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. മലപ്പുറത്ത് ഇപ്പം അയാളെ കാണില്ല. ഒരാൾ എനിക്കറിയില്ല അയാളെ എവിടുത്തുകാരനാണ്. അയാൾ നമ്മളവിടെ നിൽക്കണണ്ട, എവിടെ നിന്നെങ്കിലും കണ്ട ഓടിന് വരും. സ്ഥലേ ദ്വാരക്കൊണ്ടിട്ടോ എല്ലാ വിഷയത്തിലും A+ കിട്ടണമെന്നൊന്നുമില്ല, അവിടെ എത്തി കിട്ടിയാൽ മതിയെന്ന്. മൂപ്പര് പറയേണ്ട സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമൊന്നുമില്ലെങ്കിലും ആ ഉള്ളിലേക്ക് കയറി കിട്ടിയാൽ മതിയെന്നാണ് നിഷ്കളങ്കമായിട്ട് പറയുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. ദീർഘമായിട്ട് പറയാൻ ടൈമില്ല. ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് അനന്തരം ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. നമുക്ക് വിശദീകരിക്കാം പിന്നെ. അല്ലാഹു തആല നമുക്കത് നൽകുമാറാവട്ടെ. അപ്പൊ നോക്കൂ, അപ്പോ ഈ കുട്ടികൾ അമുസ്ലിം കുടുംബത്തിൽ നിന്ന് മരിക്കുന്ന കുട്ടികളാണെന്നാണ് ഒരഭിപ്രായം. ഒരഭിപ്രായം എന്താണ്? നമ്മുടെ വീടുകളിൽ നിന്ന് മരിക്കുന്ന ചെറിയ കുട്ടികളാണെന്നാണ്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മരിക്കുന്ന ചെറിയ കുട്ടികൾ നാളെ മാതാപിതാക്കൾ അവിടെ സ്വീകരിക്കും എന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് ആനയിക്കും. കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഖിദ്മ ചെയ്യുന്നതാണെന്നാണ്. എന്നാൽ ബലപ്പെട്ട അഭിപ്രായം, നമ്മുടെ വീടുകളിൽ നിന്ന് മരിച്ചുപോയ നമ്മൾ ചെറിയ കുട്ടികൾ നമ്മളെ സ്വീകരിക്കും എന്ന് മാത്രമല്ല, അവർക്ക് നമ്മളെപ്പോലെ സ്വർഗത്തിൽ ഉന്നതമായ പദവി. ഈ വിൽദാനുൻ മുഖല്ലദൂൻ എന്ന് പറഞ്ഞത് അള്ളാഹു പറഞ്ഞത്, യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ എന്ന് പറഞ്ഞത് അത് സ്പെഷ്യൽ കുട്ടികളാണെന്നാണ്. സ്വർഗത്തിൽ അതിനുവേണ്ടി പടക്കപ്പെടുന്ന സ്പെഷ്യൽ കുട്ടികളാണ്. ഖിദ്മക്ക് വേണ്ടി അള്ളാഹു പടച്ച കുട്ടികളാണ്. ഭയങ്കര ചൊറുക്കുള്ള കുട്ടികളാണ്. ഇതിങ്ങനെ ഈ പാനപാത്രമായിട്ട് രാജാക്കന്മാർക്കൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ AC ഒന്നും ഇല്ലാത്ത കാലത്ത് രാജാക്കന്മാർക്ക് മിന്നി കൊടുക്കാൻ ആളുകളുണ്ടാവും, കൊതുകിനാട്ടി കൊടുക്കാൻ ആളുകളുണ്ടാവും. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടില്ലേ സാങ്കല്പികമായിട്ട്. ഇപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പണ്ട് രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടത്. പണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിന് വെടായിയാന്ന് കരുതും, കണക്കൂട്ട്. എന്നാൽ നാളെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നോക്കൂ, നമുക്ക് ഖിദ്മ ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇപ്പോഴും ഉണ്ട് അങ്ങനല്ലേ. വലത്തേക്ക് വീണാ പിടിക്കാൻ ആള്, ഇടത്തെ ഭാഗത്തേക്ക് ചാനൽ. പൈസ ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോ ചില ആളുകൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഗുണ്ടായുസം കാണിക്കാനൊക്കെ ആളുകളുണ്ടല്ലോ പണം കൊണ്ട്. അങ്ങനെ പല ജയിലിലുണ്ടല്ലോ നിസാമ്, വല്ലാതെ ഗുണ്ടായുസം കാട്ടി ഇപ്പോ അവിടെയാണ്, ജയിലിലാണ്. ആവട്ടെ, ഓരോ ആളുകള് ഉപ്പ് തിന്നാ വെള്ളം കുടിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ചെറിയ കുട്ടികൾ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലെ നമുക്ക് ഖിദ്മ ചെയ്യാൻ. വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് നീ കാണുകയാണെങ്കിൽ വലിയ അനുഗ്രഹത്തെ അവിടെ നിനക്ക് കാണാൻ കഴിയും. മാത്രമല്ല വലിയ രാജകീയതയും കാണാൻ കഴിയുന്നതാണ്. അതാ ഞാനങ്ങനെ പറഞ്ഞത്. ഇവിടൊക്കെ രാജാക്കന്മാർക്ക് പണ്ടുണ്ടായിരുന്നു. സഹോദരാ, നാളെ പരലോകത്ത് ആ സ്വർഗത്തിലെ മുഅ്മിനീങ്ങൾക്ക് ഈ മുഅ്മിനീയത് ഈ നല്ല കാര്യം ചെയ്ത അബ്റാറിങ്ങൾക്ക് അല്ലാഹു നൽകിയ ആ സൗകര്യങ്ങൾ കണ്ടാൽ, വഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ, അവിടെയുള്ള അവസ്ഥ നീ കാണുകയാണെങ്കിൽ, സ്വർഗത്തിലെ ആ പുണ്യവാന്മാർക്ക് ലഭിക്കുന്നത് കാണുകയാണെങ്കിൽ വലിയ അനുഗ്രഹം നിനക്ക് കാണാൻ കഴിയും. അതേപോലെ വലിയ രാജകീയതയും അവിടെ കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാവട്ടെ. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുൽറുൻ വ ഇസ്തബ്റഖ്. അള്ളാഹു കൊണ്ടും പറയാൻ, അവരവിടെ നേരിയ പച്ചപ്പട്ടും അതുപോലെ അവർ പച്ചപ്പട്ടും പരുത്ത പട്ടും അവർ ധരിക്കുന്നതാണ്. പച്ചയാണ് അവിടുത്തെ കളർ കേട്ടോ. അതാണ് ഈ ഔലിയാക്കളൊക്കെ പച്ച എന്ത് ചെയ്ത് സ്വീകരിച്ചത്. ഔലിയാക്കളൊക്കെ പച്ച കളർ സ്വീകരിക്കാനുള്ള കാരണം എന്താ? അതാണ്. പച്ചക്ക് വലിയ മാറ്റമുണ്ട്. വാഹിദ് പച്ചട്ട് വന്നതുകൊണ്ടേക്കാറ് ഈ പച്ചക്ക് വലിയ മഹത്തുണ്ട്. പച്ചാന്ന് കേൾക്കുമ്പോൾ അതിന് ചിലർക്ക് ഭയങ്കര ബേജാറാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് ഇതില്ലേ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ടൈമാണ്. അങ്ങനെ പറയാൻ എന്താ കാരണം? അങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പൊ നടക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം. നമ്മൾ ചിഹ്ന ഭിന്നമാകരുത്. നമ്മുടെ പൂർവീകർ നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയും, തുലാസിന്റെ ഒരു ഭാഗത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മതയും മറ്റേ ഭാഗത്ത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ സൂക്ഷ്മതിട്ട രണ്ടും ഒരേപോലെ വെക്കും. ഖായിദെ മില്ലത്ത് ഉമറാക്കളിൽ ഒരു നേതാവാ. കണ്ണിയത്ത് ഉസ്താദ് മഹാസൂഫി വര്യനും മഹാപണ്ഡിതനാണ്. പക്ഷെ രണ്ടുപേരുടെയും വറള് സൂക്ഷ്മത ഒരുപോലെയായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് മഗ്രിബ് നിസ്കരിച്ചാൽ, ശ്രദ്ധിക്കണം, കണ്ണിയത്ത് ഉസ്താദ് മഗ്രിബ് നിസ്കരിച്ചാൽ ആ ഇരുത്തിരിക്കും. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ആർക്കും വർത്തമാനം പറയാൻ ചെല്ലാൻ പറ്റൂല.
കാരണം ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള അതിശ്രേഷ്ഠമായ ആ സമയം ഒരു ചോസം പോലും വെറുതെ കളയാതെ അത് മാത്രം കൂടിയിരിക്കുകയാണ്. അതേ നിലപാടായിരുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്. അതേ നിലപാട്. അവര് അടിത്തറ ഭാഗ്യ സംവിധാനങ്ങൾ പെട്ടെന്ന് തകരൂല. ആ പൂലിലാണ് ഇപ്പോഴും ഉള്ളത്. ഫൗണ്ടേഷൻ ഈ ബുർജ് ഖലീഫന്റെ ഫൗണ്ടേഷൻ ഭയങ്കര ക്ലിയർ ആണല്ലോ. കാരണം അത്രല്ലേ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഒന്നും പറ്റാൻ പാടില്ലല്ലോ. ഫൗണ്ടേഷൻ ശരിയാണ്. ഇത് വളർന്നു വരുന്ന തലമുറക്ക് പലപ്പോഴും അറിയില്ല. വളർന്നു വരുന്ന തലമുറക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കളിക്കാൻ കിട്ടുന്ന അനുഭവം വോട്ട് ചെയ്യാൻ. അതേ കാരണം വലുത് കളിയാണ് വലുത്. 4 നോട്ട്ബുക്കോ പുസ്തകമോ കിട്ടുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? നമുക്കാണ് കുത്തി കൊടുക്കാന്ന് പറയും. ആ നിലക്കൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം സഹോദര. നമ്മുടെ ഇസ്സത്ത് നമ്മൾ എപ്പോഴും കാക്കണം. നമുക്ക് 2 കാര്യം ആദർശം കാക്കണം. ഇവിടെ സുഖകരമായ രൂപത്തിൽ ഇബാദത്തുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം? നടക്കണം. പള്ളി മദ്രസയൊക്കെ നടക്കണം. അതിന് നമ്മൾ സംഘടിതമായി നിൽക്കുന്ന വേണം. ആരുടെയും അവകാശം വേണ്ട. നമുക്ക് ആരുടെയും അവകാശം വേണ്ട, തിട്ടൂരം വേണ്ട. നമുക്കുള്ളത് കിട്ടിയാൽ മതി. അത് നേടിയെടുക്കണമെങ്കിൽ വെറുതെ ഒന്നും കിട്ടൂല. നമ്മളെക്കാളും മുസ്ലിമീങ്ങളുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ അപകടകരമായ അവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ പള്ളിന്റെ ഒരു മൂത്രപരം ആരെങ്കിലും RS എന്ന് എഴുതി വെച്ചാൽ, RSS എന്ന് എഴുതി വെച്ചാൽ ഒരു 2 ആഴ്ച ചിലപ്പോൾ ഒരു പോലീസ് അവിടെ കാവലുണ്ടാവും. ഒരു ജീപ്പ് പോലീസ് കാവലുണ്ടാവും. നമ്മൾ അനുഭവപ്പെട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു പള്ളിന്റെ ജനവാതിലിന്റെ ഒരു ഗ്ലാസ് പൊട്ടിച്ചു മറയൂരടുത്ത്. ശത്രുക്കളാരോ എറിഞ്ഞതാണ് നിസ്കാര പള്ളിന്റെ. ഞാൻ ഓർമ്മയുണ്ട്, കോഴിക്കോട് ഭാഗത്തുനിന്ന് ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ രാത്രി 2-3 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ അവിടെ പോലീസുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും രാത്രി ആ പള്ളിന്റെ ചുറ്റിപ്പറ്റി പോലീസുണ്ട്. ഞാൻ പോരുമ്പോൾ അവിടെ ആ പള്ളിന്റെ ചാരുപടിയും ഉണ്ട് 3-4 പോലീസുകാരിക്കും. ഒരു ഗ്ലാസ് പൊട്ടിച്ചതാണ്. അതിനാണ് ഉത്തർപ്രദേശിൽ നോക്കി നിങ്ങൾ, UP യിലല്ലേ നട്ടുച്ചക്കല്ലേ ബാബരി പള്ളിന്റെ 3 താഴിക്കൂടം തകർത്തു പോയത്? എന്തേ പ്രശ്നം? എന്താ വ്യത്യാസം? അവിടെ മുസ്ലിങ്ങളുണ്ട്, ഇവിടത്തിലാറുണ്ട്. നേതൃത്വമില്ല. ഇവിടെ അതുണ്ടായി. ആ ഒരു നിലയും വരെയാണ്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആത്മാഭിമാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായിരുന്നാലും സ്വർഗത്തിലെ വസ്ത്രത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് ആരിയഹും സിയാബു സുന്ദുസിൻ ഖുദ്ർ. നേരിയ പട്ടിനാണ് സുന്ദുസ് എന്ന് പറയുന്നത്. സുന്ദുസ് എന്ന് പറഞ്ഞാൽ നേരിയ പട്ടിനാണ്. ഇസ്തബറക്ക് എന്ന് പറഞ്ഞാലോ തടിച്ച പട്ടുവസ്ത്രത്തിനാണ്. കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും നേരിയതും നേരിയതല്ലാത്തതൊക്കെ വസ്ത്രം അവിടെ ഉണ്ട്. വെള്ളിയാലുള്ള വളകൾ അവർ അണിയിക്കപ്പെടുന്നതാണ്. ആണുങ്ങൾക്കുണ്ടാവും വള കേട്ടോ. വെള്ളിന്റെ വളയാണ് ഇവിടെ പറയുന്നത്, സ്വർണത്തിന്റെ വള വേറെ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കരുതാവും ബോറാകുമോ? ഇല്ലില്ല. സ്വർഗത്തിൽ ആ വള ധരിച്ചാൽ ബോറാകുന്ന പ്രശ്നമൊന്നും എന്ത് ചെയ്യില്ല, അവിടെ വരില്ല. ഇൻഷാ അല്ലാഹ് അവിടെ വളട്ട്. ഇവിടെ നമുക്ക് വേണ്ട. ഇവിടെ വളല്ല. ചില കുട്ടികളുടെയൊക്കെ കയ്യുമിലൊക്കെ ഒരു ചിറ്റ് കാണാം. ഒരു ഈ ഓലക്കൊക്കെ ചീറ്റിട്ടായിരിക്കും. ആടിന്റെ കഴുത്തിലിട്ടമാർക്ക് കയ്യിന് റൗഡീസം കാണിക്കാനാണ് അത്രയാണ്. എവിടെ ഒരു ഐഡന്റിറ്റിയെ കാണൂല. അത് നമുക്ക് വേണ്ട. നമുക്കൊരു സംസ്കാരം, ഒരു ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാകും മതി. ഇൻഷാ അല്ലാഹ് നാളെ സ്വർണത്തിന്റെയും അതുപോലെ സഹോദര വെള്ളിയുടെയും വള നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അള്ളാഹു പറയുന്നു, ആ അബ്റാറിയങ്ങൾക്ക് വെള്ളിയുടെ വള ധരിപ്പിക്കപ്പെടും. അവര് നല്ല വെള്ളിയുടെ വള ഉണ്ടാവും. ഇവിടെ ഈ വസ്ത്രം പറഞ്ഞെടുത്ത് സാന്ദർഭികമായിട്ട് പറയാണ്. വസ്ത്രപ്പം ഇവിടെ നമുക്ക് വസ്ത്രത്തിനൊരു കമ്മിയില്ല. സ്വർഗത്തിലെ വസ്ത്രപ്പം എങ്ങനെ ഉണ്ടാവും? പഴയ കാലത്തെ പോലല്ല. ഇപ്പൊ വസ്ത്രത്തിന്റെ ഒരു സൗന്ദര്യം എത്രയാണ്? 5 ലക്ഷത്തിന്റെ സാരിയാണ്. കാഞ്ചീപുരം ബനാറസ് പട്ടുകാർ 5 ലക്ഷം. 5 ലക്ഷം അവിടെ പോയില്ല. എവിടെ എത്തി കുറെ കൈമാറി വരുമ്പോൾ ഭയങ്കര ലക്ഷം. ഓക്കെ, ഇതിലേറെ ഏറ്റവും വലുതാണ് നമുക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വസ്ത്രത്തിൽ വർക്കത്തുണ്ടായിക്കോട്ടെ. അതിനെന്ത് ചെയ്യണം? വസ്ത്രം വാങ്ങുമ്പോൾ ഒന്നുകിൽ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച, അല്ലെങ്കിൽ ബുധനാഴ്ച. ഈ 4 ദിവസങ്ങളാണ് വസ്ത്രം വാങ്ങേണ്ടത്. ശനി, ഞായർ, ചൊവ്വ വസ്ത്രം വാങ്ങലും പുതിയത് എടുക്കലും അത്ര ഹൈറല്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോ കുടുങ്ങിയെടുക്കേണ്ടതിന് കുഴപ്പമൊന്നുമില്ല. അതൊരു വലിയ സംഗതിയായി കരുതരുതേ. ഹൈമണ് പിടിക്കും നമ്മൾ ചിലപ്പോൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞു. അതിൽ ഒരാൾ സാഹസിന് ചാടി. അപ്പൊ ഞായറാഴ്ച കല്യാണം ആയാലോ ചോദിച്ചു. പുതിയ എടുക്കണ്ടേ? അയാൾ പറഞ്ഞ കാര്യമാണ്. ഞായറാഴ്ച പുതിയത് എടുക്കൽ ഉത്തമല്ല.
ഉദ്ഘാടനം ചെയ്ത് ഉത്തമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാള് ചാടി. അപ്പൊ ഞായറാഴ്ച കല്യാണം വന്നാൽ പിന്നെന്താ കാട്ടാം? ഞാൻ പറഞ്ഞു, നിങ്ങൾ കത്തിയൂരല്ലേ, വെള്ളിയാഴ്ച ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി പെരയുന്ന. ഒരു പുതിയ ഡ്രസ്സ് കൊടുന്നിട്ട് ഞായറാഴ്ച എടുക്കാൻ കരുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെള്ളിയാഴ്ച എന്നാണ് ഇടുക, പെരയുന്ന ഇട്ടാൽ മതി, അങ്ങാടിക്ക് ഇറങ്ങണമെന്നില്ല. ഒന്നിട്ടിട്ട് പിന്നെ അതേപോലെ അടിക്കച്ചാ പോരെ? ആരാപത് അറിയണം? ഉദ്ഘാടനം കഴിഞ്ഞില്ലേ, ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അങ്ങനൊക്കെ ഒരുപാട് വഴികളുണ്ട്. വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ ബർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ഒരുപാട് വസ്ത്രം ഒരുക്കി തന്നു. വീണ്ടും അല്ലാഹു പറയുന്നത് വസഖാഹും റബ്ബുഹും ശറാബൻ തുഹൂറ, വസഖാഹും റബ്ബുഹും ശറാബൻ തുഹൂറ. അല്ലാഹു അവർക്ക് ശുദ്ധമായ പാനീയം അവർക്ക് കുടിപ്പിക്കുന്നതാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു അവരോട് ലാസ്റ്റ് പറയുന്നത് ഇന്ന ഹാദാ കാന ലക്കും ജസാഅ വകാന സഅയുക്കും മഷ്കൂറാ. അല്ലാഹു പറയാണ് ഇന്ന ഹാദാ കാന ലക്കും ജസാഅ, ഈ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സഅയുക്കും മഷ്കൂറാ, നിങ്ങളുടെ പ്രയത്നങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദുന്യാവ് നല്ല ഇടങ്ങാറായില്ലേ, സാരല്ല എന്ന് അന്ന് അവരോട് പറയപ്പെടുന്നതാണ്. ഇതൊക്കെ എടുക്കാൻ മടങ്ങുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, അവർ സ്വന്തം ആവശ്യമുണ്ടായിട്ട് ആ ഭക്ഷണം കൊടുത്തത്. നിങ്ങൾ കുറെ ഇടങ്ങാറായില്ലേ എന്ന് അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് നല്ല പ്രതിഫലം ഇതാ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവരോട് പറയും. ഇതാണ് ആ വിഷയത്തിൽ ലാസ്റ്റ് ഇറങ്ങിയ ആയത്ത്. നബി കണ്ണീര് തുടച്ചു. ഇനി എന്താ എന്റെ കുടുംബത്തിന് പട്ടിണിയായാൽ, ഇനി എന്താ എന്റെ ഫാത്തിമ മെലിഞ്ഞാലെന്താ നബി ചിന്തിക്കുന്നത്? കാരണം ഇവിടെ അവരാ ക്ഷമിച്ചീന് അവർക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കൃത്യമായിട്ട് പറയണം. അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതിനൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമ്മളെ വീട്ടിലേക്ക് അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല റാഹത്തോടു കൂടെ ഓല സ്വീകരിക്കുക. ഓല് പോകുമ്പോൾ നമ്മളെ ദോഷം കൊണ്ടാ പോകുന്നത്. എന്ത് വിചാരിക്കരുത്, ചെലവായിപ്പോ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഓല് വിരുന്നാർക്കാൻ വന്നത് എന്ന് കരുതണ്ട. ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ ഓലെന്ത് ചെയ്യുക? നമ്മൾ സ്വീകരിക്കാം. അല്ലാഹു തആല അങ്ങനെയാണ് എപ്പോഴും ബന്ധങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം, പോയിട്ട് അവിടെ തന്നെ അടിയിട്ട് കൂടരുത്. എന്നാൽ നമ്മളെടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ ഓലോട് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യും വേണം? കൽപ്പിക്കും വേണം. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. മുറാദ് ഹാസിലാകാൻ വേണ്ടി ദ്വാരക്കാൻ 50 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇന്ന് ചായക്ക് ചെലവ് ചെയ്തത് നമ്മുടെ ക്ലാസ് റൂം വഴി നമ്മുടെ ക്ലാസ് ശ്രവിക്കുന്ന നമ്മുടെ ഒരു സഹോദരനാണ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാനാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആ സഹോദരന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. മാതാപിതാക്കളുടെ ഖബറിലേക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. 2 ഗ്ലാസിന്റെ ചായ ആ സഹോദരൻ ഏറ്റിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ദ്വാരക്ക, ലാസ്റ്റ് ഫാത്തിഹ ഓതി ദ്വാരക്ക. അതുപോലെ പിന്നെ നമ്മുടെ ഉസ്മാൻ കുട്ടിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ബംഗാളിയായ ഒരു സഹോദരന് പിന്നെ നാട്ടിൽ പോയി അദ്ദേഹം ഒരു അസുഖം ബാധിച്ച് അവിടെ മരണപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ദ്വാരക്കാൻ ഒരു 313 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ആ സഹോദരന്റെ ബർസഖിയായ ജീവിതം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ മാസം തോറും നടത്തി വരുന്ന സ്വലാത്ത് ഭക്ഷണ വിതരണം ചെയ്യലൊക്കെ ഇന്ന് മഗ്രിബിന്റെ ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കും. അയ്യൂബ് സഖാഫി നേതൃത്വം നൽകും. ഈ കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ അതിൽ പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു സഹോദരന് പനി ബാധിച്ച് ഒരു 4-5 ദിവസമായി പനി ബാധിച്ച് പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ദ്വാരക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ഖുർആനിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ ആ സഹോദരന്റെ രോഗത്തിന് പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. പരിപൂർണമായി അല്ലാഹു ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീം. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد والآل كلهم وسلم.